നിറയെ പണം അമ്മേ, കൈ നിറയെ പണം. എല്ലാം വിറ്റുമ്മേ. തെരുവിലെ പിള്ളേരെല്ലാം വീണയ്ക്ക് വേണ്ടി കട്ടിപ്പിടിയായിരുന്നു. എല്ലാ ഈശ്വരന്റെ അനുഗ്രഹം. അമ്മേ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തുവാണെന്ന് പറയാമോ? മുറുക്കാനായിരിക്കും. പിന്നെ മുട്ടായി. മുട്ടായിയോ? എനിക്കോ? ഞാൻ കൊച്ചു കുഞ്ഞാണോ? എന്താ അമ്മേ, ഞാൻ സ്നേഹത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ അമ്മേ. അമ്മ ഒരെണ്ണം കഴിക്കമ്മേ. അമ്മ ഒരെണ്ണം കഴിക്കമ്മേ. മോനെ, കാശൊന്നും കണ്ടവാനും കളയുന്നേ. കൊച്ചിലേ നേർച്ച നേർന്നതാ പഴനി കൊണ്ടുവന്ന് മുടിയെടുക്കാമെന്ന്. അതിന് കാശ് ഒരുപാട് വേണം. പണമെല്ലാം ഉണ്ടാവും അമ്മേ. മോനെ, ഇങ്ങനെ നിന്നാ മതിയോ? അമ്മാവിന്റെ വീട്ടിൽ പോണ്ടേ? ഞാൻ റെഡിയമ്മേ, ഉച്ചക്കലത്തെ വണ്ടിക്ക് പോയേക്കാം. മോൻ പോകുമ്പോഴേ ഇതൊരു ചക്ക കൂടെ അമ്മാവിനോട് കൊടുക്ക. വേഷമ്മേ, തടിമാടൻ ചക്ക അമ്മാവിന് വലിയ ഇഷ്ടമായിരിക്കും അമ്മേ. അമ്മേ, അമ്മാവനോട് എന്തൊക്കെ പറയണം? ചിട്ടിപ്പണം അടുത്ത മാസമേ തരാനൊക്കൂ. പശു പ്രസവിച്ചിട്ട് ഒരാഴ്ചയായി. ആരെങ്കിലും അയച്ചാ കൊണ്ടുപോകാന്ന് പറയണം. പറയാമേ. എന്താ പറയും? ചിട്ടിപ്പണം അടുത്ത മാസമേ തരാൻ ഒക്കൂ. അമ്മ പ്രസവിച്ചിട്ട് ഒരാഴ്ച. അമ്മയല്ലമ്മേ, പശു പശു. മോനെ, ഇന്ന് തന്നെ നീ ഇങ്ങ് തിരിച്ചു പോരണേ. ഞാൻ വൈകുന്നേരത്തെ വണ്ടിക്ക് ഇങ്ങ് തിരിച്ചു വരുമമ്മേ. എന്നാ വല്ലതും കഴിച്ചോളൂ. അമ്മേ വേണ്ടമ്മേ, കഴിക്കാൻ നിന്നാലേ വണ്ടി അങ്ങ് പോവും. ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയി കഴിച്ചോളാം അമ്മേ. എന്താ അമ്മേ? വണ്ടിക്കൂലി വേണ്ടേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ഇത് തമ്പിയങ്ങന്റെ മകൾക്ക് ആരാ പിടിച്ചാന്ന് വെച്ചാൽ അടുത്ത ആഴ്ച കല്യാണം നടത്താം. ഇത് ഡോക്ടർ, ഇതൊരു എഞ്ചിനീയർ, ഈ പയ്യൻ ജർമ്മനിയിൽ ഇരിക്കുകയാണ്. ഇതെല്ലാം തനിക്ക് നല്ല കമ്മീഷൻ കിട്ടുന്ന കേസുകളാണല്ലോ. അയ്യോ, ചാലിന് കുഞ്ഞിന്റെ കാര്യത്തിൽ കമ്മീഷനാ. എപ്പോ വന്നാലും പരമനായർക്ക് ഒരു പേര് ചോറ് കിട്ടുന്ന സ്ഥലമല്ലേ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇനി ഒന്ന് ലാൻഡ്. എന്താ പരമനായരെ ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങിയോ? ഇല്ലേ, തമ്പിയങ്ങന്റെ മകൾക്ക് ഒരു കല്യാണാലോചനയായിട്ട് വന്നാണ്. ഡോക്ടർ, ഇത് ശാലിനിക്ക് യോജിച്ചത് ആരാ എന്നൊന്ന് പറയണം. എടോ, ഇതിൽ ഒന്ന് ഹനുമാന്റെ ഫോട്ടോ ആണല്ലോ. അയ്യോ, അത് ഹനുമാനല്ലേ, അതിപ്പോഴത്തെ തരം പരിഷ്കാരമാ. പയ്യനും അന്യദേശത്താ. ലങ്കയിലായിരിക്കും. ഹേയ്, ജർമ്മനിയിലാ. ചെറുക്കും കോടീശ്വരനാ. പരമനായരെ, തനിക്കറിയാമല്ലോ പണം എനിക്ക് പ്രശ്നമല്ലെന്ന്. ഇപ്പൊ തന്നെയും ഉള്ള എസ്റ്റേറ്റും ഫാക്ടറി എല്ലാം ബന്ധുക്കളെ ഏൽപ്പിച്ചിരിക്കും. എന്തായാലും തമ്പി അങ്ങന്റെ മകളുടെ കല്യാണം ഞാൻ മൂലം നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇക്കണക്കിന് പരമനായര് തമ്പി അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഒരു കല്യാണം നടത്തിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ശാലിയുടെ അമ്മ മരിച്ചപ്പോ തന്നെ അതാകാമായിരുന്നു. എന്റെ മകൾ സന്തോഷമായിരിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. ഞാനൊന്ന് പറയാം. ശാലിനി വന്നിട്ട് ആരെ വിവാഹം കഴിക്കണമെന്ന് ശാലിനി തന്നെ തീരുമാനിക്കട്ടെ. കറക്റ്റ്. പരീക്ഷ കഴിഞ്ഞ് ഇന്നത്തെ ട്രെയിനിൽ അവിടെ ഇങ്ങോട്ട് പുറപ്പെടുന്നുണ്ടെന്ന് എനിക്ക് എഴുതിയിട്ടുണ്ട്. അയ്യോ, ഞാൻ കള്ളനല്ല. കഴുത്തിൽ പിടിച്ച് വെളിയിൽ തള്ളു. മര്യാദയ്ക്ക് വെളിയിൽ പോയിക്കോണം. അയ്യോ, ഞാനങ്ങനെ മോഷ്ടിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ ഹരിചന്ദ്രനല്ലേ? ചാലി ആഭരണമൊക്കെ സൂക്ഷിച്ചോണം. അയ്യോ, ഞാൻ കള്ളനൊന്നുമല്ല. പിന്നെ എന്താ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വന്ന് കയറിയത്? അയ്യോ, ഞാൻ അറിയാതെ കയറിപ്പോയതാ. അടുത്ത ആഫീസിൽ ഇറങ്ങിക്കോളാം. പുരുഷന്മാർക്ക് വേറെ കമ്പാർട്ട്മെന്റ് അറിഞ്ഞൂടെ? അയ്യോ, ഇതാണാണോ? കുടുമയുണ്ട്, പൂവുണ്ട്, പൊട്ടുണ്ട്, മാലയുണ്ട്, കമ്മലുണ്ട്. താൻ ഏത് നാട്ടിൽ നിന്ന് വന്നതാ? ഞാൻ പുരുഷൻ തന്നെയാ. കൊച്ചിലെ എനിക്ക് സോക്കേട് വന്നപ്പോ എന്റെ അമ്മച്ചി നേർന്നതാ എനിക്ക് കുടുംബം വെച്ചോളാം. അയ്യേ, പിടിച്ചു പുറത്തല്ലടി. അയ്യോ അയ്യോ, ഞാൻ വീട് ചത്തുപോകേ. അയ്യോ അയ്യോ.
പൂവുണ്ട് മാറിൽ അഴകുള്ള പുലി നഖത്തുടലുണ്ട് ഏടനാട് കാടനാട് കാടനാട് കുട്ടിയിലെ കിളിയായി വളർത്തിയതാണോ കൂടുവിട്ടിപ്പോൾ ഇറങ്ങിയതാണോ കുട്ടിയിലെ കിളിയായി വളർത്തിയതാണോ കൂടുവിട്ടിപ്പോൾ ഇറങ്ങിയതാണോ തെന്മലയ്ക്കോ നീ പൊന്മുടിക്കോ അല്ലാതെ കടിക്കോ അല്ലാതെ കടിക്കോ പ്രായം തുടിക്കുന്ന യൗവനമല്ലേ പ്രേമിക്കാനുള്ളിൽ മോഹങ്ങളില്ലേ പ്രായം തുടിക്കുന്ന യൗവനമല്ലേ പ്രേമിക്കാനുള്ളിൽ മോഹങ്ങളില്ലേ കാമുകിക്കോ നിന്ദാമിനിക്കോ ഈ തേൻ വരിക്കാം ഈ തേൻ വരിക്കാം കുടുമയിൽ അരിമുല്ല പൂവുണ്ട് മാറി അഴകുള്ള പുലി നഖത്തുടലുണ്ട് വേടനാട് കാടനാട് കാടനാട് എന്താണ് സക്സസ്? ബാർ കൗൺസിൽ സൗകര്യം ജയിച്ചോ? അല്ല, ഒരു കേസ് വാദിക്കാനുള്ള ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. അത് കൊള്ളാം. പരീക്ഷ പാസ്സാകുന്നതിന് മുമ്പേ ദാസപ്പൻ വാദിക്കാൻ തുടങ്ങി. സകല വക്കീലന്മാരെയും ഒന്നടങ്കം മുട്ടുകുത്തിക്കുന്ന ഒരു കേസ്. അതെ, കേസ് എന്താണ്? അർദ്ധരാത്രി വിജനമായ ഒരു വീട്. ആ വീടിനകത്ത് 6 അടി നീളമുള്ളതായ ഒരു കുളിമുറി. ആ കുളിമുറിക്കകത്ത് 6 അടി നീളമുള്ളതായ ഒരു പ്രേതം. പ്രേതമോ? ആ പ്രേതത്തിന്റെ കഴുത്തിൽ 6 അടി നീളമുള്ളതായ ഒരു ഷേവിംഗ് കത്തി. ഷേവിംഗ് കത്തിക്ക് 6 അടി നീളം. സോറി ഡോക്ടർ, കത്തിക്ക് 6 ഇഞ്ചേ നീളമുള്ളൂ. പക്ഷേ കഴുത്തിന് താഴെ 6 മുറിവുകൾ. ഈ മരണം എങ്ങനെ സംഭവിച്ചു? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഷേവിംഗ് കത്തിയിൽ സോപ്പ് പത ഉണ്ടായിരുന്നോ? സോപ്പ് പത മാത്രമല്ല, ബ്ലഡും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിയെ പിടികിട്ടി. ആരെ? ഷേവ് ചെയ്തുകൊണ്ടിരുന്ന ബാർബർ കൊല ചെയ്തിരിക്കും. നോ, ബാർബർ കൊല്ലാൻ വഴിയില്ല. കാരണം ചത്ത് കിടക്കുന്നവനെ ബാർബറാണ്. പിന്നെ എങ്ങനെ മരിച്ചു? ചത്ത് കിടക്കുന്നവന് ചുഴലി രോഗം, അതായത് കാക്കാവലി ഉള്ളവരായിരുന്നു. സ്വന്തമായിട്ട് ഷേവ് ചെയ്യുന്ന പ്രതിക്കാരൻ സ്വന്തമായി ഷേവ് ചെയ്യാൻ കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചു. കാക്കാവലി തുടങ്ങി. 6 ഉറുപ്പ് ക്ലോസ്. മരിച്ചു കിടക്കും. എടാ, ബാർ കൗൺസിൽ പരീക്ഷയിൽ നീ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ജയിച്ചുവിടാം. അതങ്ങനെ അമ്മാവ, ഈ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് വന്നാലേ വെക്കൂ. ഞാനും അച്ഛനും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിരിക്കുക. എന്തിനാ? ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതല്ല, നമ്മളൊക്കെ ഇപ്പോഴും കുഞ്ഞുങ്ങളാണെന്ന ഇവരുടെ വിചാരം. ആരായി കുട്ടി? എന്റെ കൂട്ടുകാരിയാണ് ചേട്ടാ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെയും വെച്ച് കണ്ടു കാണാൻ ഇതുപോലാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മാലതി, ഇതേ എന്റെ അപ്പച്ചിയുടെ മോന ദാസേട്ടൻ, ഒരു ബ്ലഫനാ. പക്ഷെ അച്ഛാ, എനിക്കൊരു കൂട്ടുകാരി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ, അതെ. മാലതി. ദേ, അവളാണ് ഓഹോ. നമസ്കാരം. ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ സിംഗപ്പൂരിലാണ്. കോളേജ് അടിച്ചപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. അയ്യോ, ഈ സിംഗപ്പൂരിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അന്വേഷിച്ച് വരുമോ? അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അറിയില്ലേ, ഞാൻ ഫാമിലി ഡോക്ടറാണ്, ഡോക്ടർ കൊച്ചോമുള്ള. നമസ്കാരം. പിന്നെ സാനിയെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നാൽ അതെ, അതെ. കൽക്കരി എല്ലാം കയറി ജലദോഷമോ ചുമയൊക്കെ വരുന്നതിന് മുമ്പേ പോയി കുളിക്കട്ടെ. അതെ, പോയി കുളിക്കോ. ഓക്കെ അച്ഛാ, ബാബു. ദാ കുട്ടി, ഹായ്.
ദാസപ്പാ, നീ പോകുന്നില്ലടാ? അല്ല, ഒരു പക്ഷേ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ സിംഗപ്പൂരിൽ നോട്ട് അന്വേഷിക്കുന്ന ഉത്തരം പറയാൻ ആരെങ്കിലും വേണ്ടത്? അതിനൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞോളാം. നീ ബാർ കൗൺസിൽ എക്സാമിനേഷനുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. മോളെ ബിന്ദു, അല്ല ചേച്ചിയുടെ കയ്യിൽ നിന്ന് മുട്ടായി എല്ലാം വാങ്ങിച്ചോ? ഈ പുറത്തു പോയി കളിക്കും. മോൾ എപ്പോഴും ഡോക്ടറുടെ കൂടെ തന്നെയാണോ? പിന്നെ അവൾക്ക് അച്ഛനും അമ്മയായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇനി പറയാനുണ്ടാക്കോ? പ്രമേയം അവതരിപ്പിക്കേണ്ടത് അങ്ങാണ്. ഞാൻ പിന്താണ്. ശാലിനി പാസ്സാക്കും. എന്താണ് പ്രമേയം? മോളെ, നിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. ഇനി അച്ഛന് ഒരു ചുമതല കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ വിവാഹം. എനിക്കിപ്പോഴെങ്ങും വിവാഹം വേണ്ടച്ച. വേണ്ടെന്നോ? മോളെ, ഞാനൊരു ഹൃദ്രോഗിയാണ്. നിനക്ക് അനുരൂപനായ ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് വരെ അച്ഛന് ഒരു മനസമാധാനവുമില്ല. എനിക്ക് കുറച്ചും കൂടി പഠിക്കണമെന്നാണ് അച്ഛൻ ആഗ്രഹം. അത് വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ മോളെ. അതെ, വിവാഹം കഴിഞ്ഞിട്ട് പഠിച്ചാൽ ഡബിൾ ആക്ഷനാണ്. ഈ ഫോട്ടോ നോക്ക്. നമുക്ക് യോജിച്ച പല ആലോചനകളും വന്നിട്ടുണ്ട്. ഇതിലാരെ വേണമെങ്കിലും ശാലിനിക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമില്ലാത്ത കാര്യത്തിന് അച്ഛനെ നിർബന്ധിക്കുന്നത്. ശാലിനിക്ക് ഇഷ്ടമുള്ള വിവാഹമേ തമ്പി അദ്ദേഹം നടത്തും. മോളെ, നീ മനസമാധാനത്തോടിരുന്ന് ഈ ഫോട്ടോകൾ നോക്ക്. എന്നിട്ട് നിന്റെ മനസ്സിലിണങ്ങിയ ഒരുത്തനെ തിരഞ്ഞെടുക്കുക. വരണ്ട. ശാലിനി, അമ്മാവനോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നീ എന്താ ഒന്നും ഉണ്ടാത്തത്? മറുപടി പറഞ്ഞതിന് ശേഷം എഴുതിയാ മതി. സോറി. ചെവിക്ക് പിടിച്ചിട്ട് സോറിയോ? അല്ല, ഞാൻ ശാലിനിയാണെന്ന് വിചാരിച്ചാണ് ചെവിക്ക് പിടിച്ചത്. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പുതുമുഖമുള്ള കാര്യം, എ ന്യൂ ഫേസ്, ഞാൻ മറന്നുപോയി കേട്ടോ. വേദനിച്ചോ? വേദനിച്ചെങ്കിൽ ഇപ്പൊ എന്ത് വേണം? വേദന ഞാൻ മാറ്റിത്തരാം. മറ്റേ ചെവി കൂടെ പിടിച്ചാൽ മതി. അത് പിന്നെ പിടിക്കാം. ആദ്യം ഈ ചെവിന്നെടുത്ത കമ്മലിങ്ങി തരണം. അയ്യോ, ഇത് ഞാൻ പറഞ്ഞു പോന്നു. അറിഞ്ഞില്ലായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പറിച്ചെടുത്തത് ഞാൻ തന്നെ യഥാസ്ഥാനത്ത് വെച്ചത്. വേണ്ട വേണ്ട, സഹായിക്കണ്ട. അല്ല, അങ്ങനെ പറയരുത്. ഞാൻ ഒരു വക്കീലാണ്. എന്റെ എല്ലാ പ്രവൃത്തികളും നീതിപൂർവമായിരിക്കും. ഞാനിത് കാലിട്ട് വെച്ചേ. ഇങ്ങനെ നോക്ക്. നിങ്ങളെ മാനേജറെ നിയമിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അക്കൗണ്ട്സ് എല്ലാം എപ്പോഴും ക്ലിയർ ആയിരിക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? എസ്റ്റേറ്റിലെയും ഫാക്ടറിയിലെയും കണക്കുകൾ അവർ കൃത്യമായി അയക്കുന്നില്ല. ബന്ധുക്കളാണല്ലോ, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് കരുതിയാണ് ഞാൻ കുറുപ്പിനെ എസ്റ്റേറ്റും ശങ്കറിന്റെ ഫാക്ടറിയും ഏൽപ്പിച്ചത്. ആ വിചാരം അവർ കൂടെ വേണ്ടേ സാർ? കൊടുക്കുന്ന വകയ്ക്ക് കൊത്തുന്ന പലിശകളാണ്. നീ എന്ത് വന്നത് ഒന്നും അറിയാതെ തിരിഞ്ഞു പോകുന്നത്? അല്ല, ഞാനിവിടെ ഒന്ന് പറയാൻ പോയ കാര്യം വേറെ ആൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നോട് നിൽക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചു. ഏത് കാര്യം? ഈ രണ്ടളിയന്മാരും കൂടെ വലിച്ച് കുളിപ്പിച്ച് കിടത്തി കുളിപ്പിച്ചോണ്ടിരിക്കുന്ന കാര്യം. എടാ, നിന്റെ തന്ത കുറുപ്പുണ്ടല്ലോ, എന്റെ മൂത്ത അളിയൻ, അയാള് നെറിയുള്ളവനാണെന്നാ ഞാൻ വിചാരിച്ചത്. അവിടെ ആ വല്യച്ചിന് തെറ്റ് പറ്റിയത്. എന്റെ അച്ഛന്റെ പേര് കണ്ടവത്ത് കുറുപ്പ് എന്നാണ്. പക്ഷെ നാട്ടുകാർ വിളിക്കുമ്പം ഇണ്ടാ അങ്ങ് വിഴുങ്ങും. കമത്തുകുറുപ്പേ എന്നാ വിളിക്കുന്നത്. അപ്പോൾ ഇളയ ശങ്കർ അദ്ദേഹമോ? അയ്യോ, അത് പറയാതിരിക്കാ ഭേദം. കുറുപ്പിനേക്കാൾ ഭയങ്കരൻ ശങ്കരാടി എന്ന് അമ്മയോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും മാനേജർ ഒരു കാര്യം ചെയ്യും. 2 ദിവസത്തിനകം കണക്കുകൾ മുഴുവൻ ഇടവെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം ഞാൻ അവിടെ ചെല്ലുന്നതാണെന്നും പറഞ്ഞ് 2 പേർക്കും കമ്പി അടിച്ചേക്ക്. അത് ശരി. കമ്പിയുടെ പുറകെ തമ്പി എന്നറിയിച്ചേക്കണം. ഇതിലാരെയാ നീ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഈ ഫോട്ടോയിൽ കാണുന്നവരെ എല്ലാം ഞാൻ സെലക്ട് ചെയ്യാൻ പോവാ. അപ്പൊ നീ ഡബിൾ പാഞ്ചാലി ആകാൻ പോവാണെന്ന് കുഴച്ചിൽ തന്നെ. ഒരു കുഴച്ചിലും ഇല്ല. ഈ ഫോട്ടോയിലുള്ളവരെ എല്ലാം ഞാൻ പ്രാണന തുല്യം ചവറ്റുകൊട്ടയിൽ ഞാൻ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ. വേണ്ട, ഇനി നിന്നോട് ആലോചിക്കാതെ തന്നെ നിന്റെ വിവാഹം ഞാൻ തൃപ്തിപ്പെടുത്തും. ഐ ഒബ്ജക്ട്. വിവാഹം ആരും ആരുമേലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ബോധിപ്പിക്കാനുള്ളത്. ഇത് കോടതിയല്ല. ക്ഷമിക്കണം മിസ്റ്റർ തമ്പി. അമ്മ ക്ഷമിക്കണം. ശാലിനി ഹയർ സ്റ്റഡീസ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിവാഹത്തിന് നിർബന്ധിക്കുന്നത് തികച്ചും കുറ്റകരമാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും അച്ഛനത് മനസ്സിലാവുന്നില്ല. അയ്യോ ശാലിനി, അത് തമ്പിക്ക് ഇന്ത്യൻ പീനൽ കോഡിനെ പറ്റിയുള്ള അതുകൊണ്ടാണ്. ക്ഷമിക്കണം വല്യമ്മ. ദാസപ്പ,
ഞാനൊരു ഹൃദ്രോഗിയാണെന്നും ഇവൾക്ക് അമ്മയില്ലെന്നും നിനക്കറിയാമല്ലോ. ഇവളുടെ വിവാഹ പ്രശ്നം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയല്ലേ ഉള്ളൂ. വാദിയും പ്രതിയും കൂടെ ഒത്തീർപ്പിലെത്തുക, എന്നിട്ട് തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുത്തു വരുന്നതുവരെ ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരുന്നു വരില്ല. അമ്മ ഹൃദ്രോഗിയാണ്. ബിന്ദുമോളെ, താങ്കൾ ചേച്ചിയെ കളിച്ച് ഉടനെ നമുക്ക് പെട്ടെന്ന്. അല്ല, തമ്പി അദ്ദേഹം എന്താണ് ഒരു വല്ലാതെ? ഒന്നുമില്ല ഡോക്ടർ. വല്യച്ഛൻ ഒരു കേസിനെ അവധിക്ക് അപേക്ഷിച്ചിരിക്കുക. കേസോ? ഡോക്ടറിന്റെ വിവാഹ കേസ്. ഡോക്ടർ ഒരു പ്രതിയാ. ഡോക്ടറിന്റെ കേസ് അല്ല, മകൾ ശാലിനിയുടെ വിവാഹ കേസ്. ഡോക്ടർ ഒരു പ്രതിയാണെന്ന് പറയാം. ആ കേസ് എസ് പാർട്ടി ആയിട്ട് വിധിക്കും. അത് പോട്ടെ ഡോക്ടർ, എനിക്ക് 2 ദിവസമായിട്ട് നല്ല ചുമ. ചുമയാണ്, അത് സാരമില്ല. ഞാനൊരു 3 പിൽസ് എഴുതണം. ഈ 3 ഗുളിയെ കാലത്തെ ഉച്ചയ്ക്ക് 2 വൈകുന്നേരം 3 കിടക്കുന്നതിന് മുമ്പേ പേരെടുക്കാൻ വന്ന അച്ചി ഇരട്ട പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെയായി. പല്ലിച്ചെന്നെ ചുമയ്ക്ക് ചികിത്സിക്കാമെന്ന് ഡോക്ടർ ചുമയോട് ചുവപ്പ്. കണക്കുകളൊക്കെ ഞാൻ ടെലിഗ്രാം കൊടുത്തിട്ടുണ്ട്. ശരി, നാളെ വരുന്നെന്ന് നോക്കാം. താൻ പുരാണം ഒന്നും പറയണ്ട. 1 ലക്ഷം രൂപ നഷ്ടം കാണിക്കുന്ന ഒരു കണക്ക് താൻ ഉണ്ടാക്കണം. ഈ എസ്റ്റേറ്റുകളും തോട്ടങ്ങളും എല്ലാം എന്റെയും ഭവാനിയുടെയും പേർക്കിരിക്കും. ഇട്ടുമൂടാൻ സ്വത്തുള്ള ഒരൊറ്റ പെങ്കുഞ്ഞേ ഉള്ളൂ അളിയൻ. എന്നാലും തമ്പി അദ്ദേഹത്തിന്റെ തോട്ടമല്ലേ? വാനൊന്നും പഠിക്കണ്ട, പറയുന്നത് കേട്ടാവും. എന്തെന്നാ ഭവാനി നീ കൂടെ കൂടെ യാത്ര ആഴ്ച വന്നിട്ട് പോകുന്നത്? ആഫീസും ഓഫീസും ഒക്കെ എന്നാ ഉണ്ടായത്? 3-4 മാസം ആയല്ലോ രാജപ്പം പോയിട്ട്. എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾ അന്വേഷിച്ചോ? അവൻ പോയിക്കോട്ടെ. അവൻ യമധർമ്മന്റെ പിടിയിൽ അമർന്നാലും യമധർമ്മന്റെ പോത്തിനെ അടിച്ചുകൊണ്ട് അവൻ ഇവിടെ മടങ്ങി വരും. അവൻ എന്റെ മോനാണ്. അളിയൻ വരുന്നുണ്ടല്ലോ. കണക്കുകളൊക്കെ പരിശോധിച്ചാൽ എന്തോ ചെയ്യും ഭവാനി? അയ്യോ, കൂടെ രാജപ്പനുമുണ്ട്. നമ്മളെ കാണണ്ട. ഞാനും ഭവാനി എവിടെയെന്ന് ചോദിച്ചാലേ കാശിക്ക് പോയെന്ന് പറഞ്ഞേച്ചാ മതി. എന്തിനു പോയെന്ന് പറയാം. ക്ഷവരം ചെയ്യാൻ പോയെന്ന് പറഞ്ഞേക്കാം. കുറുപ്പവിടെ അവര് രണ്ടുപേരും കൂടി കാശിക്ക് പോയിരിക്കുകയാണ്. കാശിക്കോ? അതെ. അതുപോലെ ബാബ, ഈ കാശുണ്ടാക്കാൻ പോകുന്നതിനെ കാശിക്ക് പോവുക എന്ന് പറയാറുണ്ട്. മാനേജർ, അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് പരിശോധിക്കും. ആ കണക്ക് പുസ്തകം കൊണ്ടെടുക്കും. ഈ കൊല്ലത്തെ കണക്കൊന്നും എഴുതി. ദാസപ്പ, എങ്ങനെ ഇരിക്കുന്നു നിന്റെ തന്റെയുടെ ഏർപ്പാട്? ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട. ഈ എസ്റ്റേറ്റ് ആർക്കെങ്കിലും വിറ്റ് തീർച്ചിട്ട് ഇവിടെ മുളഞ്ഞാ മതി. അറിയാ, ക്ഷമിക്കണേ അറിയാ. ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കണേ. ഓഹോ, അച്ഛനൊക്കെ ഇവിടെ ഈ അലമാരയുടെ പുറകിലുള്ള കാശിലാണ് പോയിരുന്നത്. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അറിയാ. അതിനോട് ക്ഷമിക്കണം. എന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. എന്തിനാണെന്നറിയാമോ? ഈ നിൽക്കുന്ന കൊച്ചൻ പഠിച്ച് മിടുക്കലാണ്. പക്ഷെ ഉള്ളതെല്ലാം നിങ്ങൾ കട്ടും കൂടിച്ച് മുടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വല്യമ്മാവ, ഈ കുട്ടിച്ചാക്കൻ ഇങ്ങനെ വിടാൻ പാടില്ല. ഇയാളെ ലാക്കപ്പിനകത്ത് അടയ്ക്കണം. ദാസപ്പ, ലാക്കപ്പ. എടാ മോനെ, എന്താ പറയുന്നത്? അച്ഛനും അമ്മയാണ് ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിറവേട്ടെ. അളിയാ, എന്നെ ലോക്കപ്പിൽ കയറ്റുന്നത് അളിയാ. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ബന്ധുക്കളെ സഹായിച്ചു പോയി എന്ന കുറ്റത്തിന് നിങ്ങൾ ആരും ഇങ്ങനെ എന്നെ ദ്രോഹിക്കരുത്. ഒരു നെഞ്ചുവേദന ഗുളിയും ഞെടുക്കും. എന്താ പുറപ്പെട്ട് കഴിഞ്ഞല്ലോ? ശരി, അമ്മാവനിങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. മോനെ, നീ ഓഫീസിൽ ചെന്ന് മാനേജറോട് പറഞ്ഞ് കണക്ക് ബുക്ക് എല്ലായിട്ടും മാറ്റിക്കളാൻ പറ. അമ്മാവൻ ഫാക്ടറി ഇറങ്ങില്ലമ്മേ. നേരെ ഇങ്ങോട്ട് തന്നെ വരികയുള്ളൂ. ഇവിടെ വന്ന് കണക്ക് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അക്കൗണ്ട് ബുക്സ് എല്ലാം ഓഡിറ്റ് ഏൽപ്പിച്ചിരിക്കാന്ന് പറയണം. ആ, എന്റെ മോന് നല്ല ബുദ്ധിയുണ്ട്. അമ്മേ, ഞാൻ ഫാക്ടറിയിലോട്ട് പോവാം. അമ്മാവൻ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങി പോരാ. ഗോമതി, അളിയൻ കാശിന്റെ കാര്യം വല്ലതും ചോദിച്ചാൽ നീ വിട്ടിട്ടൊന്നും പറഞ്ഞേക്കരുത്. കാശ് കൊടുക്ക, നമ്മൾ ബാങ്കിലല്ലേ ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ ബാങ്കിൽ ഇട്ടിരിക്കുന്ന കാര്യം പറയരുതെന്നാ പറഞ്ഞത്. ശരിയാണ്, ഞാൻ പറയുന്നില്ല. കാറിന്റെ ശബ്ദം കേൾക്കും. തിരുനാൾ
അളിയൻ എന്തിനാ ഈ സുഖമില്ലാത്തത് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? ചേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞേച്ചാ പോരായിരുന്നോ? ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നു. കാപ്പി എടുക്കട്ടെ ചേട്ടാ? വേണ്ട. ഒരു ഗ്ലാസ്. കാപ്പി കുടിപ്പിക്കണമെന്ന് കുഞ്ഞമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? വല്യമ്മാവിനെ വശത്താക്കാൻ അതിനകത്ത് വല്ല കൈവശവും വിലക്ക് വെച്ചിട്ടുണ്ടോ? നിന്റെ അമ്മയാണ് ചേട്ടന് കൈവശം കൊടുത്ത് വെച്ചിരിക്കുന്നത്. ചുമ്മാതാണോ നല്ല ഒന്നാന്തര റബ്ബർ എസ്റ്റേറ്റ് കൈ കിട്ടിയത്? ഇപ്പൊ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, റബ്ബറില്ല. അതെന്താ? ആന നമുക്ക് നമുക്ക് പിന്നെ വിട്ടത്. ചേട്ടൻ ഇവരെ കൂടെ കൊണ്ടുവന്നത് എന്തിനാ? നിഷേധി. എന്റെ ചേട്ടത്തിയുടെ മകനല്ലേ, പോരെങ്കിൽ നിയമം പഠിക്കുന്ന എന്റെ അനന്തരനുമല്ലേ, കൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഉടനെ അങ്ങ് നടത്തണം. ഏത് കാര്യം? ശേഖരനെ കൊണ്ട് ശാലിനിയെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം. അതിനിട്ട വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. എന്തിനാ? ശേഖരനെ അവളുടെ മുറച്ചെറുക്കനാ. ഞാനും ചെറുക്കനാ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ശാലിനി വേണ്ടയോ ചെറുക്കനെ തെരഞ്ഞെടുക്കാനായിട്ട്? ചേട്ടൻ മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. ഗോമതി, ഞാൻ ഇപ്പൊ വന്നത് അതിനൊന്നിനുമല്ല. എനിക്കിവിടെ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് പരിശോധിക്കണം. അയ്യോ അളിയ, അക്കൗണ്ട് ബുക്സ് എല്ലാം ഇങ്ങനെ ഓഡിറ്റ് എടുത്തോണ്ട് പോയി. അയ്യോ കൊച്ചാൻ കളിച്ചോ. ഞങ്ങൾ വരുന്നവരെ ആരുടെ വീട്ടിൽ കയറിട്ടാ വരുന്നത്. ചോദിച്ചു. ഒരു ചതിവുമില്ല. നിങ്ങളെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച എന്നെ നിങ്ങൾ എല്ലാവരും കൂടി ബന്ധിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ദൈവം. ദാസപ്പാ, ഇനി വിഷമിക്കാനൊന്നുമില്ല. ഈ ഇഞ്ചക്ഷൻ കൂടി കൊടുത്തു കഴിയുമ്പോ ഹി വിൽ ബി ഓൾ റൈറ്റ്. എങ്ങനെ ഇരിക്കും ദാസപ്പ? കിടക്കുന്നത് കണ്ടല്ലേ? പറയാനെ പോലെ നടന്ന മനുഷ്യന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നതാണോ? എന്തായി മുതലെ കണ്ടില്ല? നിങ്ങളെല്ലാം കൂടെ അമ്മാവിനില്ലാക്കിയത്? സൂക്ഷിച്ച് സംസാരിക്കണം. എന്തോ സൂക്ഷിച്ചാൽ നിന്നെയൊക്കെ പോലീസായിട്ട് കേട്ടിട്ടുണ്ടോ? ശേഖര, നീ ദാസത്തിനോട് സംസാരിക്കണ്ട. അതാണ് നല്ലത്. ഇതേ നിങ്ങളുടെ അകത്തൊക്കെ പോകണ്ട. നിങ്ങളുടെ മുഖവട്ടം കണ്ടാൽ മതി, അമ്മാവിന് സുഖേട് കൂടും. ഏതായാലും ഇതിന്റെ രണ്ടിലൊന്നും അറിയാതെ പോകാനൊക്കെ. പോകുന്നത് ബുദ്ധിമോശമല്ലേ? നമ്മളെങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ആവർത്തിക്കും. ശേഖര, നീ അമ്മാവിന്റെ കിടക്കയുടെ അരികിൽ തന്നെ പോയി നിന്നു. അളിയന്റെ കാറ്റ് എപ്പോഴാ പോകുന്നതെന്ന് എങ്ങനെ അറിയാം? നിന്നെ ഒരു നോക്ക് കാണാനൊക്കാണ് ഞാൻ മരിച്ചു പോകുമെന്നാ വിചാരിച്ചത് മോളെ. അതിനൊന്നും പറയില്ല. ഇനി എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ വിവാഹം നടന്നു കാണണം. നീ എന്താ മോളെ ഒന്നും ഉണ്ടാത്തത്? നിന്റെ മുറച്ചെറുക്കൻ ശേഖരൻ ഇതാ നിൽക്കുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ നടത്താം. അമ്മാവൻ ഈ നിലയിൽ കിടക്കുമ്പോൾ ഇങ്ങനൊരു വിവാഹം നടത്തിയാൽ മനുഷ്യരെന്ത് പറയും? ഞാനും ശാലിനിയും കാത്തിരിക്കാം അമ്മാവ. ഇല്ല, ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. മോളെ, നീ എന്ത് പറയുന്നു? ക്ഷമിക്കണം അച്ഛാ, ഞാൻ ഒരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നേരെ അമ്മാവാ, ശാലിനി ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. നേരാണോ മോളെ? നേരാണോ? എനിക്ക് അച്ഛൻ അത് തന്നെ നോക്കിത്തരാം. നീ മനസ്സിൽ കണ്ടിരിക്കുന്ന ആളെ അച്ഛനൊന്ന് കാണണം. പോയി വിളിച്ചോണ്ടോ മോളെ, പോയി വിളിച്ചോണ്ടോ, വേഗം പോയി വിളിച്ചോണ്ടോ. ഒരു പിന്നെയും വേണ്ട, ഉടനെ പോയി വിളിച്ചോണ്ടോ. അത് അദ്ദേഹത്തിന്റെ വീട് കുറച്ച് ദൂരെയാണ്. എങ്കിൽ കാറെടുത്തോണ്ട് പോയി വിളിച്ചോണ്ട് വരൂ. പോയി വിളിച്ചോണ്ട് വാ മോളെ. വേഗം വിളിച്ചോണ്ട് വാ. ഡാക്ടർ, എന്റെ മകള് ആരെയായിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത്? തമ്പി അദ്ദേഹത്തിന്റെ മകളല്ലേ, ആരെ തെരഞ്ഞെടുത്താലും അവൻ പരമയോഗ്യനായി. ശാലിനി, നീ ആരെയാ സ്നേഹിക്കുന്നത്? എനിക്കറിയില്ല. അത് കൊള്ളാം. നീ സ്നേഹിക്കുന്ന ആളിനെ നിനക്കറിയൂടെ? എടി മണ്ടി, ഞാൻ ആരെങ്കിലും സ്നേഹിച്ചാൽ ഞാൻ അറിയുന്നതിന് മുമ്പ് നീ അറിയില്ലേ? പിന്നെ അച്ഛനോട് പറഞ്ഞതോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ എന്നെ ശേഖരൻ ചേട്ടന് വിവാഹം കഴിച്ചു കൊടുക്കും. എതിര് പറഞ്ഞാൽ അച്ഛന് മനോവിഷമം ഉണ്ടാകും, വീണ്ടും അസുഖം വരും. അത് ശരിയാ. പക്ഷെ കാമുകനായിട്ട് നമ്മൾ ആരെ കൊണ്ടുപോയി കാണിക്കും? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. മലതി, ആ വരുന്നത് ആരാണെന്ന് നോക്കിയേ. ഇത് നമ്മുടെ പഴയ ഒറ്റക്കുടുമിയല്ലേ? എന്റെ കാമുകനാണെന്ന് പറഞ്ഞേ ഈ ക്രാക്കിനെ വിളിച്ചോണ്ട് പോയാലോ? ഇപ്പൊ ക്രാക്ക് നീയാ. ഈ ഒറ്റക്കുടുമിയെ കണ്ട നിന്റെ കാമുകനാണെന്ന് നിന്റെ അച്ഛൻ വിശ്വസിക്കോ? വിശ്വസിക്കുന്ന രീതിയിൽ വേഷം കെട്ടിച്ചാലോ? വണ്ടർഫുൾ ഐഡിയ. വരൂ. സാർ, സാർ, ഒന്നിങ്ങി വരണം സാർ. വരണം സാർ.
ആ അന്ന് റെയിൽ വണ്ടിയിൽ വെച്ച് കണ്ട ജിഞ്ചിന്നാക്കടിയല്ലേ എന്റെ ചക്ക എടുത്തെറിഞ്ഞവര്. അയ്യോ, അതൊരു അബദ്ധം പറ്റിയതല്ലേ സാർ, ഞങ്ങളോട് ക്ഷമിക്കണം. സാറോ? നിങ്ങളുടെ വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ, എന്റെ കുടുമി പിടിച്ച് വലിച്ചില്ലേ? അയ്യോ, അതൊരു തമാശയല്ലായിരുന്നോ? ഞങ്ങളിപ്പോ സാറിനെ കാണാൻ വന്നതാ. വേല നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, നിങ്ങളെ പാട്ടിന് പോയി. അയ്യോ പോകല്ലേ സാർ, എന്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അതിന് ഞാൻ വൈദ്യനാണോ? വൈദ്യനല്ല, എങ്കിലും ഞങ്ങളുടെ കൂടെ വരണം. എന്തിന്? ഞാനൊരാളെ പ്രേമിക്കുന്നു എന്ന് അച്ഛനോട് കള്ളം പറഞ്ഞു പോയി. പ്രേമമോ? അമ്പടി ജിഞ്ചിന്നാക്കടി. കാമുകനെ വിളിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും. അച്ഛന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. അതിന് ഞാൻ എന്ത് ചെയ്യണം? അച്ഛന് സുഖമാകുന്നത് വരെ സാർ ഇവിടെ കാമുകനായിട്ട് അഭിനയിക്കണം. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല. അയ്യോ സാർ, പോകല്ലേ സാർ, പോകല്ലേ സാർ. കാടനാണ് വേടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാമുകനാക്കാൻ വന്നിരിക്കുക. അയ്യോ സാർ, പ്ലീസ്, പറഞ്ഞാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ സാർ. തല പോയാലും കള്ളം പറയരുതെന്നാ എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഇത് അമ്മ അറിയണ്ട. അമ്മ അറിയാതെ ഞാൻ ഒരിടത്തും വരൂല. ഒരു പ്രാവശ്യം മാത്രം വന്നാ മതി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വരൂല, ഞാൻ കള്ളം പറയൂല. നിങ്ങളെ പാട്ടിന് പോയി ജിഞ്ചിണ്ടാക്കടി. അയ്യോ, ഇതെന്തൊരു ജാതിയാ ദൈവമേ. നീ എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഈ ചെറുക്കന്മാരെ പോലെ ചിരിച്ചോണ്ടിരിക്കുന്നത്? അമ്മേ, അന്ന് റെയിൽ വണ്ടിയിൽ വെച്ച് എന്നെ കുറെ പെമ്പിള്ളേര് കളിയാക്കിയില്ലേ? അവര് ഇന്നെന്റെ കൈ കിട്ടിയമ്മേ. ഞാനങ്ങ് പകരത്തിന് കൊടുത്തു. അവരെവിടെയുള്ളവരാ? അങ്ങ് ടൗണിൽ നിന്ന് എവിടെന്നാ വന്നതാണമ്മേ. ഞങ്ങൾ രാപത്തിലായി പോയി, ഞങ്ങളെ സഹായിക്കണം എന്നും പറഞ്ഞാ വന്നത്. ഞാൻ ഇത് തന്നെ അവസരമെന്ന് ഞാനും വിചാരിച്ചു അമ്മേ. ഞാനങ്ങോട്ട് കളിയാക്കി അവരുടെ കണ്ണീര് കുട്ടിപ്പിച്ചാ വിട്ടത്. നീ ശരിയായിട്ടുള്ള മുട്ടാളൻ തന്നെ. ആ, എന്നോട് കളിച്ചു അങ്ങനെ ഇരിക്കും. മോനെ, ആപത്ത് വരുമ്പോഴല്ല പകരം വീട്ടേണ്ടത്. നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും ആപത്തിൽ സഹായിക്കണം. ഓ, അത് ശരി. പക്ഷെ അവർക്ക് വേണ്ടി ഞാൻ പച്ച കള്ളം പറയണമെന്നാണല്ലോ അമ്മേ അവര് പറഞ്ഞത്. കള്ളം പറയാൻ? അതെ അമ്മേ. അപ്പൊ നീ ചെയ്തത് ശരി തന്നെ. കള്ളം പറയുന്നത് ദൈവദോഷമാണ്. അയ്യോ, എന്റെ പൊന്നമ്മച്ചി, എന്നെ രക്ഷിക്കണം. ഞാൻ അരി മേടിക്കാൻ കൊണ്ടുപോയ കാശ് അച്ഛൻ കള്ളു കുടിക്കാൻ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. അച്ഛൻ താഴെ വരുന്നു. എന്നെ കണ്ട ഈ കാശ് മേടിക്കും. എന്റെ പൊന്നു ജീവപ്പച്ചി. അപ്പുണ്ണി ഇങ്ങോട്ട് വന്നു. അവനിങ്ങോട്ട് ഓടിക്കുന്നത് ഞാനല്ലോ. ഇങ്ങോട്ട് വന്നില്ല നീ. അവൻ എവിടെ പോയതിനെ കിട്ടും. അമ്മേ, കള്ളം പറയണത് ദൈവവിരോധാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ കള്ളം പറഞ്ഞതോ? മോനെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കൊച്ചു കള്ളം പറയുന്നത് ദോഷമില്ല. അയ്യോ, ആ പെങ്കൊച്ച് അതിന്റെ ആരുടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അമ്മേ എന്നോടൊരു കള്ളം പറയാൻ പറഞ്ഞത്. ജീവൻ രക്ഷിക്കാനോ? അതെ അമ്മേ. അതിനുവേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞ അത് തെറ്റാണോ അമ്മേ? അല്ല മോനെ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കള്ളം പറയുന്നത് ഒരിക്കലും തെറ്റല്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? നിന്റെ കാമുകന് സുഖമില്ലാതെ കിടപ്പിലാണെന്നും അതുകൊണ്ട് ഇപ്പം വരാൻ പറ്റില്ലെന്ന് പറയണം. ഉടനെ അച്ഛൻ പറയും ഡോക്ടർ അങ്കിളെ വിളിച്ചോണ്ട് പോയി കാണിക്കാം. അയ്യോ, അത് അതിലേറെ കുഴപ്പമായല്ലോ. നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ഉണ്ടല്ലോ, അയാളൊരു മണക്കൂസ. ഡോക്ടർ അങ്കിളല്ലേ? അദ്ദേഹമാണ് എന്റെ വിവാഹ കാര്യത്തെ പറ്റി അച്ഛനോട് പറഞ്ഞ് ചൂട് പിടിപ്പിക്കുന്നത്. അയാൾക്ക് തലയ്ക്ക് വെട്ട. ആദ്യം ചികിത്സിക്കേണ്ട അയാളെ. കുഞ്ഞുങ്ങളെ, വെടിവെച്ച് പീരങ്കിക്ക് അകത്ത് കയറിയാണോ വെടിവെക്കുന്നത്? ഡോക്ടർ അങ്കിൾ, ഞങ്ങൾ വേറൊരു ഡോക്ടറെ പറ്റിയാ സംസാരിച്ചോണ്ടിരുന്നത്. ആഹാ, വേല കയ്യിലിരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്റെ ആസ്പത്രിയിൽ വന്നപ്പോ LMB MBBS മണക്കൂസ് എന്നാണ് എഴുതിയിരുന്നത്. എക്സ്ക്യൂസ് എന്നോട് ചോദിക്കണ്ട. ഉടനെ പോയി കാമുകനെ വിളിച്ചുകൊണ്ട് വരും. തമ്പി അദ്ദേഹം 3 പ്രാവശ്യം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് ശാലിനിയുടെ കാമുകം വന്നോ എന്നാണ്. ഇപ്പൊ തന്നെ പോയി വിളിച്ചോണ്ട് വരാം ഡോക്ടർ അങ്കിൾ. എന്നാൽ ഒട്ടും താമസിക്കണ്ട, ഉടനെ പൊക്കോ. പാടി കൊച്ചു മണിക്കും. അപ്പുണ്ണി, ഞാൻ ചിന്നിണ്ടാക്കണിൽ വരുന്നുണ്ട്. അതിങ്ങടെ പാട്ടിന് പോട്ടെ. ഏയ്, അങ്ങനെ വിടാൻ പറ്റൂല. ജിഞ്ചിനാക്കടി നിർത്തിക്കോ. ജിഞ്ചിനാക്കടി, ഞാൻ കൂടെ വരാം. വരുമോ? സത്യമാണോ? സത്യമാണ്. നിങ്ങളുടെ അച്ഛന്റെ ജീവനെ രക്ഷിക്കാനായതുകൊണ്ട് അമ്മ പറഞ്ഞു കൂടെ പോയിക്കൊള്ളാൻ. അച്ഛനോട് ശാലിനിയുടെ കാമുകനാണെന്ന് പറയുമോ? ആ, ഒരു നല്ല കാര്യത്തിനല്ലേ, എന്ത് വേണമെങ്കിലും പറയാം. വരൂ, അകത്ത് കയറൂ. അപ്പുണ്ണി, നീ പൊയ്ക്കോ. ഞാൻ ഇവരുടെ കൂടെ പോയി നീ അമ്മയോട് ചെന്ന് പറഞ്ഞേക്കേ. ആ, പറഞ്ഞേക്കാം. നമസ്കാരം. ഇതാണോ നിങ്ങളുടെ അച്ഛൻ? അയ്യോ, ഇതെന്റെ അച്ഛനല്ല, ബാർബറാണ്. ബാർബർ ഷോപ്പാണോ? അയ്യോ, നിങ്ങൾ എന്തിനാ എന്നെ ഈ ബാർബർ ഷോപ്പിലേക്ക് വിളിച്ചോണ്ട് വന്നത്? അതൊക്കെ പറയാം, ഇവിടെ ഇരുന്നാട്ടെ.
നോക്ക്, ഈ കുടുംബ വെട്ടി കളഞ്ഞിട്ട് നല്ല ഫാഷനബിൾ ആയിട്ട് ഒരു ക്രോപ്പ് വെക്കണം. യെസ് മാഡം. അയ്യോ, ഇത് നേർച്ച കുടുംബയാ. പളനി പോകാതെ ഈ കുടുംബം ഞാൻ എടുക്കൂല. ഇത് പളനി തന്നെയാ, വെട്ടിക്കോ. എന്റെ അമ്മയോട് ചോദിക്കാതെ ഈ കുടുംബം എടുത്താ നിന്റെ കുടലി ഞാൻ എടുത്തു പറഞ്ഞേക്കാം. നോക്ക്, ഒരാളുടെ ജീവൻ രക്ഷിക്കാനല്ലേ, അതുകൊണ്ട് അമ്മ ഒന്നും പറയില്ല. ഇരിക്കും. എന്നാ പതുക്കെ പതുക്കെ വെട്ടിക്കോ. ഇത് നേർച്ച കുടുംബയാ. ഹര ഹരോ ഹര, ഹര ഹരോ ഹര, ഹര ഹരോ ഹര. ദിസ് ഈസ് ഗുഡ്. ഈ തുണി നല്ല ചേർച്ചയായിരിക്കും. ആ, ഒരു 4 സൂട്ടിനും 4 സഫാരിക്കും തുണി എടുക്കണം. അയ്യോ ജിഞ്ചിന്നാക്കടി, എനിക്ക് മുണ്ട് ഉടുപ്പും മതി. അയ്യേ, ഈ വേഷത്തിൽ ചെന്ന അച്ഛൻ വീട്ടിൽ കേട്ടില്ല. അയ്യോ, നിങ്ങളെ ഒരു അച്ഛൻ കാരണം എന്തെല്ലാം വിഷമമാണ്. ആ, എടുക്കണം. ഹിന്ദി അറിഞ്ഞുകൂടാ. വേണം, പെണ്ണു വേണം. പൊണ്ണു വേണം. ഈ വീട്ടിലൊരു പെണ്ണില്ലേ, അതിനെ കാണണം. ബാപ്പേ ബാപ്പ്. ബാപ്പയല്ല, പെണ്ണിനെ കാണേണ്ടത്. എന്തിനെ കാണണം? വിവാഹം കഴിക്കാൻ. പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞ കഴുത്തിന് പിടിക്കണ എന്തിന്? जावरे जा जावरे जा जावरे जा കൽപ്പനയിടുന്നൊരു രാജാവേ, കാരുണ്യമില്ലാത്ത രാജാവേ. കൽപ്പനയിടുന്നൊരു രാജാവേ, കാരുണ്യമില്ലാത്ത രാജാവേ. കപ്പം തരുന്നുണ്ട് കൈയോടെ, നിൻ തൊപ്പി തെറിക്കുമോ നോക്കട്ടെ. കപ്പം തരുന്നുണ്ട് കൈയോടെ, നിൻ തൊപ്പി തെറിക്കുമോ നോക്കട്ടെ. ചാവരെ ജാ ചാവരെ ജാ ചാവരെ ജാ ചാവരെ ജാ. Bum. 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 അന്തപുരത്തിലെ കഥയെന്റെ അങ്കണം കാക്കുന്ന നീ അറിഞ്ഞോ. അന്തപുരത്തിലെ കഥയെന്റെ അങ്കണം കാക്കുന്ന നീ അറിഞ്ഞോ. അരിശം കൊണ്ടളിയ നേടുകില്ല, നിനക്കതിനോ ഔഷധം വേറെയില്ല. അരിശം കൊണ്ടളിയ നേടുകില്ല, നിനക്കതിനോ ഔഷധം വേറെയില്ല. ചാവരെ ജാ ചാവരെ ജാ. കൽപ്പനയിടുന്നൊരു രാജാവേ, കാരുണ്യമില്ലാത്ത രാജാവേ. കപ്പം തരുന്നുണ്ട് കൈയോടെ, നിൻ തൊപ്പി തെറിക്കുമോ നോക്കട്ടെ. ചാവരെ ജാ ചാവരെ ജാ. അതിരറ്റ കോപം നല്ലതല്ല, നീ അഗതിയെ കയ്യേറ്റം ചെയ്തിടല്ല. അതിരറ്റ കോപം നല്ലതല്ല, നീ അഗതിയെ കയ്യേറ്റം ചെയ്തിടല്ല. കൈബലം കൊണ്ടൊന്നും നേടുകില്ല, ആ കടം കഥയ്ക്കിപ്പോൾ ചിലവുമില്ല. കൈബലം കൊണ്ടൊന്നും നേടുകില്ല, ആ കടം കഥയ്ക്കിപ്പോൾ ചിലവുമില്ല. ചാവരെ ജാ ചാവരെ ജാ. കൽപ്പനയിടുന്നൊരു രാജാവേ, കാരുണ്യമില്ലാത്ത രാജാവേ. കപ്പം തരുന്നുണ്ട് കൈയോടെ, നിൻ തൊപ്പി തെറിക്കുമോ നോക്കട്ടെ. ചാവരെ ജാ ചാവരെ ജാ.
ഷോ ഇതെന്താ കുമാർ? ഇവൻ എന്റെ പിടലിക്ക് കയറി പിടിച്ചു. ഞാൻ ഇവനൊന്ന് കുളിപ്പിക്കുകയായിരുന്നു. ആകെ നനഞ്ഞല്ലോ. വരൂ നമുക്ക് അകത്തേക്ക് പോവാം. വേഷം മാറിയിട്ട് അച്ഛനെ കാണാം. അച്ഛൻ കാത്തിരിക്കുന്നു. ഇത്ര പ്യാരെ പ്യാരെ ക്യാ ബോലെ ഭഗവാൻ. ശാലിനി, ഇതാരാണ്? ഇതോ പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. വാട്ട്? കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ? ഞങ്ങൾ വിചാരിച്ചു കടന്നു കളഞ്ഞു. ഞാൻ എവിടെ പോകാനാണ്? നാട്ടിലെങ്ങാനും ഈ വേഷത്തോടെ ചെന്ന പശുക്കളൊക്കെ എന്നെ കാണുമ്പോ ഓടിക്കളയും. ആ മതി മതി, വരും അച്ഛനെ കാണാൻ പോകാം. തമ്പി അദ്ദേഹത്തിന് മുമ്പ് ചെന്നേ വിട്ടിട്ടൊന്നും കാണിക്കരുത്. ഞാൻ ഏറ്റ് പറഞ്ഞു കൊടുത്തതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അച്ഛന് അസുഖമായതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു സംശയം തോന്നരുത്. ശാലിനിയെ പ്രേമിക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചാൽ എന്തോ പറയും? ഉടനെ കല്യാണം നടത്താൻ സമ്മതമാണെന്ന് പറയണം. അയ്യോ, ഈ കുണ്ട എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അയ്യോ, അതെന്റെ ജീവനാണ്. ആ എന്നാ ജീവൻ കുറച്ചു സമയം ഞങ്ങളുടെ കയ്യിരിക്കും. നിങ്ങൾ എന്റെ കുടുംബം എടുപ്പിച്ചു, എന്നെ കൊണ്ട് ഈ വേഷം എടുപ്പിച്ചു. എന്റെ വീണെങ്കിലും കിട്ടാ. അച്ഛനെ കണ്ടിട്ട് വന്നിട്ട് തരാമെന്ന്. അയ്യോ, അതവിടെ വെച്ചല്ലേ. അയ്യോ, അതവിടെ വെച്ച ആരെങ്കിലും കയറി കിടക്കാൻ പറഞ്ഞ് ഒടിഞ്ഞു. അയ്യോ, ആരമില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. അച്ഛാ, ഇതാണ് അച്ഛാ ഞാൻ പറഞ്ഞ ആള്. ഇരിക്കും. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളൂ. ഇരിക്കുന്നേ. ഡോക്ടർ, എങ്ങനെ ഇരിക്കുന്നു എന്റെ മകളുടെ സെലക്ഷൻ? കേറി പിടിച്ചത് പുളിങ്കമ്പേല. പേരെന്താണ്? മാരൻ. മാരൻ? ശ്രീകുമാരൻ എന്നാ പേര്. അങ്ങനെ പറ. സ്ത്രീയും പൂവും പോയാൽ പിന്നെ പുരുഷൻ എന്തിനു കൊള്ളാം? സാറേ, പേര് പോലെ തന്നെ നല്ല കഥ. എനിക്ക് അച്ഛനില്ല, അമ്മ ഉണ്ട്. അമ്മ എവിടെയാണ്? അങ്ങ് ഗ്രാമത്തിലെ കുടില്ല താമസിക്കണത്. കുടിലോ? സാധാരണ കുടിലല്ല അച്ഛാ. പിന്നെ ഇത്ത കുടിലോ? അയ്യോ അല്ലല്ല, ഇദ്ദേഹത്തിന്റെ അമ്മ സാധുക്കൾക്ക് വേണ്ടി ഒരാക്രമണം നടത്തുന്നുണ്ട്. പലപ്പോഴും അവർ പോകാറുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, വീരാളി കമ്പ. ചുമ്മാ നല്ല ശാലിനിക്ക് ഇഷ്ടപ്പെട്ടത്. ശ്രീകുമാർ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 2 വരെ. രണ്ടുപേരെന്ന് പറഞ്ഞ അച്ഛാ, 2 അക്ഷരമാണ്. BA. കണ്ടോ, ഡിഗ്രി വരെ നിഷ്പുല്ലാണ്. മൈതാന മനസ്സിൽ. അപ്പൊ എന്താണ് ജോലി? പശുമേക്കല. ആ പറയണ്ട മോളെ, എനിക്ക് മനസ്സിലായി. പശു മേയ്ക്കണമെന്ന് വെച്ചാൽ ഡയറി ഫാമല്ലേ? കണ്ടില്ലേ, ശ്രീകൃഷ്ണനെ പോലെ കൊഴാണല്ലേ ഇരിക്കുന്നത്. ആരും വേണ്ടല്ലേ ഇനി എല്ലാരും ഒന്ന് വെളിയിൽ പോയി. എനിക്ക് ശ്രീകുമാറിനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. പോയി. മോളെ, നീയും പോയേ മതിയാകും. നിന്നെ പറ്റിയാണ് എനിക്ക് ശ്രീകുമാരനോട് സംസാരിക്കാനുള്ളത്. പോ. ശ്രീകുമാര, പോയി ആ കഥ കളച്ചിട്ട് വാ. ഓ, വരൂ വരൂ വരൂ, ഇവിടെ ഇരിക്കൂ, കളത്തിലിരിക്കൂ. അങ്ങനെ അച്ഛൻ എന്തെല്ലാം ചോദ്യങ്ങൾ അയാളോട് ചോദിക്കാൻ പോകുന്നു, അയാൾ എന്തെല്ലാം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നു, ദൈവത്തിന് തന്നെ അറിയാം. അയാൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ഞാനിപ്പോ പറയാമല്ലോ. എന്തുവാ? നീ ഒരു കാര്യം ചെയ്യും, അച്ഛൻ അയാളോട് ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാട്ടെ. ശരി. മോനെ ശ്രീകുമാര, ഏറ്റവും കൂടുതൽ പോഷകാംശമുള്ള ആഹാരം ഏതാണ്? കച്ചിയും പുല്ലും. ഇന്ത്യയിൽ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ ആരാണ്? അയ്യോ അമ്മാൻ അറിഞ്ഞൂടായോ? പശുക്കളും എരുമകളും. അയ്യോ നാരായണ, കന്നുകാലികളുടെ കൂടെ ഇല്ലേ സഹവാസം? അയാൾ അത് തന്നെ പറയും. നമ്മുടെ കള്ളിയും വെളിയിലാവും. പിടിച്ചോണ്ട് വന്നത് ആർക്കറിയാം? പെൺപിള്ളേരെ കൂടുതൽ പഠിപ്പിച്ചാൽ ആപത്താ. വഴി കാണുന്നവനെ മുഴുവൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഇത് ഏതാണ്ട് അലവലാതിയാ. ചുമ്മാ വാല് വെച്ചോണ്ടിരിക്കാതിരിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ വാലിലോടുന്ന് അവനെ പിടിച്ചോണ്ടൊന്ന് പുറത്താക്കണം. അത്രയുള്ളോ? അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാൻ കണ്ടമത്തെ കുറിപ്പാ. എങ്ങോട്ടാ? വെറുതെ തടി ചീത്തയാക്കണ്ട. അവനെ കൂർക്കായ തൂത്ത് വാരിയിട്ട് എടുത്തവനെ അറിയാവോ? മര്യാദയ്ക്ക് അവിടെ പോയി. ആ ഭവാനിയമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട.
ഏട്ടൻ കഥ പഠിച്ചോണ്ട് നിന്നോട് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? പറയണം. അത് ഈ ബംഗ്ലാവിൽ കഴുത, കാട്ടുപോത്ത്, ഈറ്റപ്പുലി, മുള്ളം പന്നി എല്ലാരും കടന്നു കൂടിയിട്ടുണ്ട്. നീ താഴോട്ട് ചെല്ലുമ്പോ അവരെല്ലാരും കൂടി നിന്നെ വളഞ്ഞ് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞു. അച്ഛനോട് എന്തോന്നൊക്കെ ബ്ലണ്ടർ അടിച്ചു വിട്ടു? ബ്ലണ്ടറോ? അദ്ദേഹം നിങ്ങളോട് എന്തോന്ന് രഹസ്യം പറഞ്ഞത്? ആ രഹസ്യമോ? അതായത് അയ്യോ, ഒന്ന് എളുപ്പം പറഞ്ഞു തോന്നിക്കേ. എന്റെ കരടെ ദേഷ്യപ്പെടാതെ. അയ്യോ, ഞാൻ ഒന്നും വിളിച്ചില്ല. ആ പിന്നെ അച്ഛൻ എന്നോട് ചോദിച്ചു എന്റെ മോളെ നീ എങ്ങനെയാ വലവീശി പിടിച്ചതെന്ന്. സത്യം. എന്നിട്ട് എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു മോളെ ആദ്യം കണ്ടപ്പോ ഞാൻ ഇങ്ങനെ കണ്ണിറുക്കി കാണിച്ചു, പിന്നെ അങ്ങോട്ട് അടുത്തോട്ട് എന്ന് ചെവിയിൽ മന്ത്രിച്ചു, പിന്നെ വലവീശി ഇങ്ങ് പിടിച്ചു എന്ന്. ഒന്ന് നിർത്ത്. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചോദിക്കില്ല. അയ്യോ, വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരീ. അദ്ദേഹം എന്താ ചോദിച്ചത്? അയ്യോ, ചോദിച്ചൊന്നും പറയാൻ പാടില്ല, പരമ രഹസ്യമാ. മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇല്ലേ? പറയൂല. എങ്കിൽ ഇറങ്ങി പോണം. അയ്യോ, ഇവിടുന്ന് പോകാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശാലിനിയെ ഷട്ടപ്പെട്ടാന്ന് കല്യാണം കഴിച്ച് ഇവിടെ തന്നെ താമസിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അയ്യടാ മനവാനാ, അങ്ങനെ ചട്ടപ്പെട്ടാന്ന് കല്യാണം കഴിക്കണ്ട. ചെയ്ത ഉപകാരത്തിന് നന്ദി. ഒന്ന് ഇറങ്ങി പോണം. അയ്യോ, ഞാൻ ഇവിടുന്ന് പോയാലേ അദ്ദേഹം വിളിക്കും. അതെ, അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം. ഒന്ന് പോയാട്ടെ. ഓ, നിങ്ങൾ പോകാൻ പറയുമ്പോ പോണം, വരാൻ പറയുമ്പോ പറയണമല്ലേ? ശരി, ഞാൻ പോയേക്കാം. എന്റെ വീണേക്ക് തന്നാട്ട്. ഒന്ന് വേഗം പോണം. ഞാൻ പോണോ? യൂസ്ലെസ്. കല്യാണം കഴിക്കാൻ നടക്കും. നിന്റെ അച്ഛൻ എന്ത് ചോദിച്ചു കാണും? ഷോ, അതാണല്ലോ ഇപ്പൊ മനസ്സിലാകാത്തത്. ഇനി അദ്ദേഹം എന്തിനാ അച്ഛൻ വിളിക്കുന്നു? സാർ, സാർ, സാറിനെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു എന്നോ? എന്താ കാര്യം? സാർ, അച്ഛൻ നിങ്ങളെ അന്വേഷിക്കുന്നു. ഒന്ന് വരണം സാർ. അയ്യോടെ വരണോ? മനുഷ്യനെ കുരഞ്ഞു കളിപ്പിക്കുകയാണോ? കഴിഞ്ഞതെല്ലാം മറക്കണം സാർ. മറക്കാനോ? എന്നെ കൊണ്ട് കുടുംബം വെട്ടിച്ചു, എന്നെ കൊണ്ട് കള്ളം പറയിച്ചു, കാര്യം കഴിഞ്ഞപ്പോ എന്നെ ഇറക്കി വിട്ടു. ഇപ്പൊ പിന്നെയും വന്നിരിക്കാൻ എന്നെ കൊണ്ടുപോകാൻ. ഞാനെന്താ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനാണോ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് സാർ. ഒരിക്കൽ കൂടി സാറ് വരണം. അങ്ങ് വന്നില്ലെങ്കിൽ എല്ലാം പാഴാകും. ഇനിയും വേഷം കെട്ടാനും കള്ളം പറയാനുമല്ലേ എന്നെ വിളിക്കണത്? അതിന് വേറെ ആളെ നോക്ക്. വേറെ ആളിനെ കൊണ്ടുപോയാ പറ്റൂല. അച്ഛനെ നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു പോയി. അച്ഛനും മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ? എനിക്കും ഇഷ്ടപ്പെട്ടു. അമ്പടി ജിഞ്ചിന്നാക്കടി. അരയെന്ന പിടയുടെ നടയുണ്ട്, കൊഞ്ചും മൊഴികളിൽ താമരത്തേനുണ്ട്. രാധയാണോ ഹോ ഹോ സീതയാണോ? അരയെന്ന പിടയുടെ നടയുണ്ട്, കൊഞ്ചും മൊഴികളിൽ താമരത്തേനുണ്ട്. രാധയാണോ ഹോ ഹോ സീതയാണോ? ജിഞ്ചിന്നാക്കടി 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 ജിഞ്ചിന്ന ഹോ ഹോ ഹോ. ഭാവം കണ്ടാൽ മോഹിനിമാരോ ദേവപുരത്തിലെ നായികമാരോ? ഭാവം കണ്ടാൽ മോഹിനിമാരോ ദേവപുരത്തിലെ നായികമാരോ? ആരിവരോ രതിറാണികളോ മധുവാണികളോ? പൂമഴവില്ലുകളിണയെ തേടാൻ ഭൂമിയിലാദ്യം ഇറങ്ങിയതാണ്. പൂമഴവില്ലുകളിണയെ തേടാൻ ഭൂമിയിലാദ്യം ഇറങ്ങിയതാണോ? ആടരുതോ ഒന്ന് പാടരുതോ ഇണ കൂടരുതോ?
അരയെന്ന പീഡയുടെ നടയുണ്ട് കൊഞ്ചും മൊഴികളിൽ താമരത്തേനുണ്ട് രാധയാണോ ഹോ ഹോ സീതയാണോ ജിഞ്ചിന്നാക്കടി 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 ജിഞ്ചിന്നാ ഹോ 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 യൗവനമല്ലോ പൂമിഴി മലരം പെയ്യുകയല്ലോ പൂമൈ തുടിക്കുന്ന യൗവനമല്ലോ പൂമിഴി മലരം പെയ്യുകയല്ലോ ദാഹമുണ്ടോ ഉള്ളിൽ മോഹമുണ്ടോ എന്നിൽ പ്രേമമുണ്ടോ ആയിരം നാവുള്ള സുന്ദരിമാരെ ആരെയും കളി ചൊല്ലും കന്യകമാരെ ആയിരം നാവുള്ള സുന്ദരിമാരെ ആരെയും കളി ചൊല്ലും കന്യകമാരെ നാണമെന്തേ ഈ മൗനമെന്തേ നിങ്ങൾ മിണ്ടുകില്ലേ അരയെന്ന പീഡയുടെ നടയുണ്ട് കൊഞ്ചും മൊഴികളിൽ താമരത്തേനുണ്ട് രാധയാണോ സീതയാണോ ജിഞ്ചിന്നാക്കടി 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 ജിഞ്ചിന്ന ജിഞ്ചിന്ന ജിഞ്ചിന്നോ ഇഞ്ചക്ഷൻ കൊടുക്കാൻ സമയമായി. അല്ല ഇനിയിപ്പോ ഇഞ്ചക്ഷനും മരുന്നൊന്നും വേണ്ട. ശാലിനി കല്യാണം കഴിക്കാൻ സമ്മതിച്ചപ്പോ തന്നെ അമ്മാവന്റെ പകുതി സുഖം ഭേദമായി. അല്ല ഇഞ്ചക്ഷൻ നിർത്തണ്ട, ഒരു കോഴ്സ് അങ്ങ് തീരട്ടെ. എന്റെ കയ്യല്ലേ, തനിക്ക് വല്ല ഛേദമുണ്ടോ? കുത്തി തുളച്ചോ? അമ്മാവ, ഈ ബംഗ്ലാവിൽ താവള വലിച്ചിരിക്കുന്ന പന്തളം പടയെ എപ്പോഴാ പിരിച്ചു വിടുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയും ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. ഞാനൊക്കെ എതിർക്കാന്നുള്ളതാണ് എന്റെ പോളിസി. അല്ല ശ്രീകുമാരൻ വന്നോ? ദാസപ്പ, ഇതാണ് ശാലിനിയുടെ പ്രതിശ്രുത വരൻ. എങ്ങനെയുണ്ട് വക്കീൽ സാറേ? ശ്രീകുമാര, ഇതെന്റെ അനന്തരവനാണ് ദാസപ്പൻ. ഗ്ലാഡ് ടു മീറ്റ് യു. ശ്രീകുമാരൻ എവിടെ പോയിരുന്നു? ശാലിനി, ഞാൻ പുറത്തേക്കൊന്ന് പോയതാ. ആ, ഇനി എന്നോട് പറയാതെ എങ്ങും പോകരുത്. എപ്പോഴും എന്റെ അടുത്തുണ്ടായിരിക്കണം കേട്ടോ. ഞാൻ എങ്ങും പോകത്തില്ല. അമ്മാവ, ഞാനൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത്. എന്താ? അമ്മാവ, നാളെ ഞാനൊരു വക്കീലാഫീസ് തുടങ്ങുകയാണ്. അമ്മാവനെ കൊണ്ട് ഉദ്ഘാടിപ്പിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മാവൻ അസുഖമായതുകൊണ്ട് ശ്രീകുമാരനെ കൊണ്ട് ഞാനത് ഉദ്ഘാടിപ്പിച്ചോട്ടെ. വളരെ സന്തോഷം മോളെ, നിങ്ങൾ എല്ലാരും പോണം. അത് വേണം അച്ഛാ. വേണം കുഞ്ഞെ. തമ്പി അദ്ദേഹത്തിന്റെ ജാമാതാവിന്റെ മഹത്വം എല്ലാവരും അറിയാം. അമ്മാവ, ഞാൻ അങ്ങോട്ട് പോയിട്ട്. നന്നായി വരട്ടെ കുഞ്ഞെ. നീ കുറിപ്പിനെയും ഭവാനിയും ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്കും. ശ്രീകുമാര, നാളത്തെ ഉദ്ഘാടനം പൊടിക്കണം, തവിട്ട് പൊട്ടിയാക്കിയേക്കാം. അതിനുള്ള വഴി നമ്മൾ നേരത്തെ കണ്ടുവെക്കണം. എന്ത് ചെയ്യണമെന്നാണ് ചേട്ടൻ പറയുന്നത്? നമുക്ക് 4 പേർക്കും കൂടി ഒരാമുക്ക നമുക്ക് എന്താ കമന്ന് കിടന്ന് ചെവി കഴിക്കുന്നത്? എന്താ വേണം? മന്യന്മാരുടെ മുറിയോട്ട് എല്ലാവരും ഈ ആരോപിക്കണം. അയ്യോ, അവനിപ്പോ എന്നെ വയ്യാതെ എടുപ്പിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ കുശുമ്പും കുഞ്ഞാമിയും മാവേലിനെ ഗുണം പിടിക്കണം. ആ ഇവിടെ വന്ന് കയറുന്ന എന്തിനാണല്ലോ അവനെ ഒരു 24 ദിവസം കുപ്പിക്കകത്താക്കി എങ്ങനെ ഇവിടുന്ന് വിരിയത്തില്ല. നിങ്ങളെല്ലാവരെയും ഓരോ ദിവസം കുപ്പിക്കകത്താക്കി അവനെ ഇവിടുന്ന് പോവാം. അത് കാണാം. അങ്ങോട്ട് എന്നാ പഴയ കാലത്ത് വന്നൊരു പെനെ എല്ലാവരും നോട്ടം കണ്ടവന്റെ കാഴ്ച. ആ, എല്ലാവരും വന്നോ? നിങ്ങളെയൊക്കെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. എന്താണാവും? അല്ല, ഈ നിലയിൽ കഴിയുന്ന ഞാൻ ഇനിയും നിധി കാക്കുന്ന ഭൂതം പോലെ എന്റെ സ്വത്തുക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? നേരാളിയാ, മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ കാറ്റ് പോണെന്ന് പറയാൻ ഒക്കില്ല. അതിനു മുമ്പ് ഈ വസ്തുക്കളുടെ കാര്യത്തിൽ ഒരു ചെറിയ കരണം ചെയ്തു വെക്കുന്നത് നല്ലതാ. ആർക്ക് നല്ലതാണെന്നാണ് കുറുപ്പ് സാർ പറയുന്നത്? എല്ലാവർക്കും, മരിക്കാൻ പോകുന്നവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും. അല്ലേ ഭവാനി? നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നു കൂടെ? എവിടെ എന്ത് പറയണമെന്ന് ഈ മനുഷ്യൻ അറിയില്ല. ചേട്ടാ,
ഒന്നും വിചാരിക്കരുതേ ചേട്ടാ. ഞാനൊന്നും വിചാരിച്ചില്ല അളിയ. കാരണം ആവശ്യക്കാര് ചെയ്തോളൂ. പക്ഷേ ഇന്നു മുതൽ എന്റെ എല്ലാ സ്വത്തുക്കളുടെയും ചുമതല ഞാൻ ശ്രീകുമാറിനെ ഏൽപ്പിക്കുന്നു. അയ്യോ, ഞാൻ തർക്കമൊന്നും പറയണ്ട. അടുത്ത മാസം തന്നെ ഞാൻ നിങ്ങളുടെ വിവാഹവും നടത്തും. വിവാഹം ഇത്ര പെട്ടെന്ന്? ഒന്നും പറയണ്ട പോളെ. എന്റെ ആഗ്രഹം നിനക്കറിയാമല്ലോ. ഇനി നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. അതല്ല ചാ. പിന്നെ ഏത്? ഓ, അതിനു മുമ്പേ എനിക്ക് വല്ലതും സംഭവിച്ചു പോകുമെന്നായിരിക്കും. ഇല്ല മോളെ, നിന്റെ വിവാഹം കണ്ടിട്ടേ അച്ഛൻ മരിക്കുള്ളൂ. ശേഖര, ഈ വിവാഹം മംഗളമായി നടത്തേണ്ട ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അതൊക്കെ ഞാൻ നടത്താമാവാം. പക്ഷേ രോഗം പൂർണ്ണമായി ഭേദമായിട്ട് വിവാഹം നടത്തിയപ്പോഴും. അതെ അച്ഛാ. അതാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. ചേട്ടൻ ഈ നിലയിൽ കിടക്കുമ്പോൾ കല്യാണം നടത്തിയാൽ നാട്ടുകാരെന്തു പറയും? പറയുന്ന കാര്യം പോട്ടെ, ഈ ശാലിനിയുടെ കല്യാണത്തിന് ഇതിന് മാത്രം ധൃതി കാണിക്കുന്നതിനാ? ഇക്കാര്യത്തിൽ ആരുടെ അഭിപ്രായവും എനിക്ക് പ്രശ്നമല്ല. എന്റെ തീരുമാനമാണ്. ശേഖര, കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ശരി. നിങ്ങൾക്കൊക്കെ പോവാം. തുടങ്ങി കാലത്തെ കൂർക്കം. പിള്ളേറ്റ ഇതെന്തൊരു ഉറക്കവാ? നീ എന്റെ വയറ്റ് അടിക്കണ്ട. നിന്നെ അവിടെ ഇരുത്തിരിക്കുന്ന എന്തിനാ? അടിക്കാനാ. നീ അവിടെ ഇരുന്നോണ്ട് അടിച്ചോണ്ടാ മതി. ആഹാ, എങ്കിൽ വക്കീൽ സാർ ഇങ്ങ് വരട്ടെ. പിള്ളേറ്റൻ കാലത്ത് വന്നിരുന്നാൽ മുതൽ ഉറക്കമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓ, നീ പറയുമല്ലേ? ഉറങ്ങാതെ പിന്നെ എന്നാ ചെയ്യാനാ? എല്ലാ വക്കീൽമാർക്കും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നീട്ടിക്കൊണ്ടു പോകും. നമ്മുടെ വക്കീലാണെങ്കിൽ ഒരു കേസ് കിട്ടിയാൽ അത് വാദിയെയും പ്രതിയെയും വിളിച്ച് അത് ഒത്തുതീർപ്പിലാക്കും. പിന്നെ ഈ വക്കീൽ കുമ്പസ്ഥൻ എങ്ങനെ ഉറങ്ങാതിരിക്കും? നീ തന്നെ അതെ, അവധിക്ക് അപേക്ഷ തയ്യാറാക്കിയിട്ടുണ്ട്. അവധിക്ക് അപേക്ഷിക്കണ്ട. അതെന്താ? ഒത്തുതീർപ്പിലാക്കാൻ പോവാ. അത് ഒത്തുതീർപ്പിലാക്കിയോ? ആ പെൺകുട്ടിയെ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ ബഹൻമേൽക്കുള്ള വിവാഹം ചെയ്യാം എന്ന് ഏറ്റിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു എന്റെ ഒത്തുതീർപ്പ്? കൊള്ളാമേ. അപ്പൊ ഇന്ന് മറ്റേതെല്ലാം കേസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്? ആ കിണറ് കേസിലെ സാക്ഷിയിലെ ഹാജരാക്കേണ്ടത് എന്നാണ്. എടോ നാണുള്ള, അത് ഒരാഴ്ചക്ക് മുമ്പ് ഒത്തുതീർപ്പായില്ലേ? ഭഗവാനെ, അത് ഒത്തുതീർപ്പിലാകും. പിന്നല്ലാതെ ഭാഗവത പ്രകാരം ഇങ്ങോട്ട് നോക്കൂ. ആ കിണറ് ചേട്ടനും അനിയനും തുല്യ അവകാശമുള്ളതാണ്. ഇവർ തമ്മിൽ പിണങ്ങിയപ്പോൾ അനിയൻ പകുതി കിണറ് കക്കൂസായിട്ട് ഉപയോഗിച്ചു. അതാണല്ലോ കേസിന്റെ കാരണം. അത് തള്ളയ്ക്കും പിള്ളയ്ക്കും കേടുകൂടാതെ ബുദ്ധിപൂർവമായിട്ട് ഞാൻ ഒത്തുതീർപ്പി കൊണ്ടു കൊള്ളിച്ചിട്ടുണ്ട്. ആ കിണറ് നികത്താമെന്നായിരിക്കും. അല്ല, ചേട്ടനും പകുതി കിണറ് കക്കൂസായിട്ട് ഉപയോഗിച്ചു കൊള്ളാം എന്ന് സമ്മതിച്ചു. ഭഗവാനെ, അവർ രണ്ടുപേരെയും വെള്ളം കൂടി വിട്ടുമല്ലോ. ഇല്ല, ചേട്ടനും അനിയനും ആ കിണറ് കക്കൂസായിട്ട് ഉപയോഗിക്കുന്നു എങ്കിലും ഇഷ്ടമുള്ളപ്പോൾ അതിൽ നിന്ന് കോരിക്കുടിക്കാൻ അവകാശമുണ്ടെന്നും വിരോധമില്ലെന്നും ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു തീർന്ന്? അന്നേ എങ്ങാണ്ടെന്നോ വന്ന ഒരുത്തന് ഈ കണ്ട സ്വത്തുക്കളെല്ലാം കൂടെ വിട്ടുകൊടുക്കാനോ? ആ തെണ്ടി പറയുന്നത് കേട്ട് നടക്കണമെന്നല്ലേ ചേട്ടൻ പറയുന്നത്? ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്തോ ചോദിക്കാനും പറയാനും ആരില്ല. ആരും ചോദിക്കണ്ട. എല്ലാരും കൂടെ കുത്തുമാല എടുത്തങ്ങ് റോഡിലോട്ട് ഇറങ്ങിയേച്ചാ മതി. നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഓരോരുത്തന്മാര്. എന്തിനാ ഇങ്ങനെ ആണെന്നും പറഞ്ഞ് നടക്കുന്നത്? നീ ഇങ്ങനെ പറഞ്ഞാണ് എന്റെ ആണത്തം മുഴുവൻ നഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞേക്കാം. ചേട്ടാ, ആവശ്യത്തിനുള്ള ആണത്തൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങളൊക്കെ സമാധാനമായിട്ടിരിക്കണം. ആ തെണ്ടി ഇന്നിവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് ശേഖരൻ എന്നല്ല. നീ ശാലിനിയെ കല്യാണം കഴിക്കാൻ വന്നാണ് അല്ലേ? സാറിന് ഇതുവരെ അത് മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷെ നിന്നെ ചിലത് മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. ഓഹോ, എന്നാ നടക്കട്ടെ. അവൾ ആരുടെ മുറപ്പെണ്ണാണെന്ന് അറിയാമോ? എന്റെ. നേരോ? സന്തോഷം. ഇവിടെയുള്ള സ്വത്തുക്കളുടെ എല്ലാം അവകാശി ആരാണെന്ന് അറിയാമോ? ഞാൻ. അയ്യോ, വളരെ സന്തോഷം. പിന്നെ നീ എന്തിനാ ഇവിടെ വന്നത്? എന്റെ സാറേ, സാറാണ് അവകാശിയെന്ന് ഇപ്പോഴല്ലേ അറിഞ്ഞത്. ഇപ്പോഴറിഞ്ഞല്ലോ. എന്നാൽ ഉടനെ സ്ഥലം വിട്ടാട്ടെ. അത് ബുദ്ധിമുട്ടാ. വിളിച്ചോണ്ട് വന്ന ആളെ കാണാതെ പോണത് ശരിയാണോ? നീ ശാലിനിയെ കാണണ്ട. അത് സാറ് മാത്രം നിശ്ചയിച്ചാ പോരല്ലോ. അപ്പോൾ നീ കണ്ടിട്ടേ പോകും അല്ലേ? കണ്ടാലും ശാലിനി പറഞ്ഞിട്ടേ പോവും.
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മുതലാളി? മുതലാളി മയ്യത്തായിട്ട് കൊല്ലം 3 ഇപ്പൊ ഞാനാണ് ഇതിന്റെ ഓണർ. നിങ്ങളുടെ വാടക വീട്ടിലൊരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ. എന്തോ ഞങ്ങൾ അവരെന്ന് കണ്ട് സംസാരിക്കാൻ വന്നതാ. നേരോ? എന്താ വിശേഷിച്ച്? ഏയ് ഒന്നുമില്ല. ഞങ്ങൾ നാട്ടുമ്പുറത്തും നഗരങ്ങളിലും സത്സംഗം നടത്തി വരികയാണ്. വിദ്യാർത്ഥികളാ, സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാ. ആ അങ്ങനെ വരട്ടെ. സൈറ്റ് അടിക്കാൻ വന്നാണല്ലേ? അപ്പൊ ആ സ്ത്രീ, നിങ്ങൾ ആ സ്ത്രീനെ ആദ്യം കാണണ്ട. അവർക്കൊരു സെക്രട്ടറി ഉണ്ട്, അല്പം തടിച്ചിട്ട്, ഫസ്റ്റ് സ്വഭാവ. കാഴ്ചയിൽ കരുതാൻ തോന്നുമെങ്കിലും സംഗതി പൂച്ചക്കുട്ടിയാ. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം. അല്ല, അപ്പം മറ്റേ സ്ത്രീയെ പിന്നെ കണ്ടാൽ മതിയല്ലേ? മതിയെന്ന് എന്നാ നിങ്ങളൊരു കാര്യം, നേരം കളയണ്ട, വേഗം ചെല്ലേ ചെല്ലേ. ആ അസ്സലാമു അലൈക്കും. സലാം. അത് ഇത്തിരി നേരം ഇവിടെ നിന്നാലേ അസലായിട്ടൊരു കാഴ്ച കാണാം. അതെന്ത് കാഴ്ച? അതുണ്ടെന്ന് നെക്കി ഒരു പൊടിച്ചായൊക്കെ അടിക്കേ കാണാൻ കിസ. അല്ല, ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ, ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? ഞങ്ങൾ കോളേജിൽ നിന്ന് വന്നതാ. വിദ്യാർത്ഥികളാ, അതായത് സ്റ്റുഡൻസാ. ഒക്കെ നല്ല സ്വഭാവക്കാരാ. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇവിടെ അകത്തില്ലേ? ആര്? അല്ല, മറ്റേ ആള് ഞങ്ങള് ബീച്ചിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതെ. അപ്പോ അല്ല, ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണേ. അതെ, എല്ലാവർക്കും ഒന്ന് കാണണം. കാണണം അല്ലേ? അതെ. കാണാം. പക്ഷേ കണ്ടാല് നിങ്ങക്ക് വല്ലതും മനസ്സിലാകുമോ? മനസ്സിലാകാനുള്ള പ്രായമായിട്ട് കണ്ടാ പോരെ? ഓടുന്നടാ ആ സത്തുക്കളെ. കണ്ണിന് സുഖം കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കണേ. കാതർക്ക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാ. എങ്ങനുണ്ട്? എന്താ കാതർക്ക? പറയാ, കുറച്ചുകൂടി ചിരിക്കട്ടെ. ഇന്നലെ വന്ന് തുളസൂറന്മാരുടെ സംഘം, പക്ഷെ എന്റെ കൈ കിട്ടിയില്ല. ഇന്ന് കിട്ടി. ഞാൻ എങ്ങോട്ടാണ് അവരെ പറഞ്ഞറിയോ? നമ്മൾ ആ മണിമാളികല കാട്ടരുമന്റെ അടുത്തേക്ക്. ഇനി പാൽപ്പായസം വെച്ച് വിളിച്ചാലും പിള്ളേര് വരൂല. ഇന്നെന്താണ് വല്ലാത്തൊരു പാട്ടും കളിയും തമാശൊക്കെ ഇവിടെ? അതെ, നിന്നെ പോലുള്ള പൊടി പിള്ളേരോട് പറഞ്ഞാല് മനസ്സിലാവില്ല. മിനിമം ഒരു 16 വയസ്സെങ്കിലും ആവണം. അതാണ് എന്റെ കുട്ടൻ. നീ നുണ പറയുവോ? നുണയോ? അതെന്താ? ആ, നുണയെന്ന് വെച്ചാല് കളവ്, അതായത് കല്ല് വെച്ച നുണ. ഇന്നാളൊരു ദിവസം നമ്മളെ മുതലാളിയും ചോദിച്ചു, പക്രുവെച്ച് നുണ പറയുമെന്ന്. നുണ എന്താന്ന് തരില്ലെന്ന് നമ്മളും പറയും. ആഹാ, ഇപ്പൊ ഇതൊക്കെ ചോദിക്കണം. നീ വീട് വലിക്കുവോ? എന്റെ അള്ളോ, നമ്മള് വീട് വലിക്കുവന്ന പടച്ചാനാണ്. പറച്ചോന്റെ കാര്യമല്ലോ ചോദിച്ചത്. നീ വലിക്കുവോ? ഇല്ലന്ന്, വലിക്കില്ലന്ന്. മാത്രല്ല, ഈ വീടിന്റെ ഒരുമാതിരി പുകയുണ്ടല്ലോ, അതിന്റെ മണം കേട്ടാൽ തന്നെ നമ്മൾ ഛർദിക്കും. അത് ശരി. അപ്പൊ നീ വലിക്കൂല? ഇതെന്താ സാധനം? അത് 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 പറയടാ ബെടുക്കൂസേ, ഈ വീട് കുറ്റി എങ്ങനെ നിന്റെ ചെവിയിൽ വന്നു? അതായിക്കൊക്കെ നമ്മൾ ആലോചിക്കണേ. നമ്മളെ തല്ലു വലിക്കാൻ വേണ്ടി ഏതാവാൻ പറഞ്ഞ ബലാളികളാണ് ചെവിക്കുറ്റിയിൽ ഈ സാധനം തിരികെയത്. എന്റെ റബ്ബേ. ഉണ്ടപക്രു, മോങ്ങാതെ. ഇടയ്ക്കൊന്ന് പുകയ്ക്കുന്നത് ഹറാവൊന്നുമല്ല. പക്ഷേ ചെറുപ്രായത്തിൽ വലിച്ചാല് ചങ്ക് കരിഞ്ഞു പോകും. മനസ്സിലായോ? പിന്നെ വലിക്കുമ്പോ ഫുൾ ബീഡി വലിക്കാം, കുറ്റി ബീഡി വലിക്കരുത്. ആ, ഇക്കാക്ക് ചായ വേണോന്ന് ചോദിക്കാൻ വന്നതാണ്. അതെ, വിശേഷങ്ങൾ കുറെ പറയാനുണ്ട്. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കണ്ടല്ലോ. തമ്മിൽ സ്നേഹവും പരിചയമുള്ളവർക്ക് വിശേഷം പറയുമ്പോ ചോദിച്ചിട്ട് വേണം. ആ ഇതിപ്പോ ഇന്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് പറയല്ല, ഇതുപോലൊരു പടുകൂറ്റം ബംഗ്ലാവ് ഈ നാട്ടിലില്ല, ഈ അയൽവക്കത്തും. ഞങ്ങൾ അക്കാര്യം ഒന്ന് പ്രത്യേകം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ഫസ്റ്റ് എനിക്കറിയാന്ന്, ഇങ്ങളല്ല ആരായാലും പറയും, പറഞ്ഞു പോവും. അത്രക്കുണ്ട് ഈ മാലിയന്റെ ഒരു മുറിയായ മുറികളൊക്കെ കൂറകളാ.
ഒരുമാതിരി കറുത്ത കൂറകള് കൈ കൊണ്ട് വാരി എടുക്കാം. കൂറെ മുറിന്റെ അകത്തോ? അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. അത് സഹിക്കാം. എലികളുടെ ശല്യം സഹിക്കാൻ മേല. ദേ ഓരോന്ന് ഓരോ പെരിച്ചാഴിയുടെ അത്ര വലിപ്പമുണ്ട്. പടച്ചോനെ, ഇനി വല്ല പെരിച്ചായോ മറ്റോ ആവോ? അല്ല മെരുവിന്റെ ഇറങ്ങാറൊന്നുമില്ലല്ലോ. പിന്നെ കൊതുകിന്റെ കാര്യം അത് ഞാൻ പറയുന്നില്ല. ആ അതാണല്ലേ, എത്ര പറഞ്ഞാലും കൊതുകിട്ട് മനസ്സിലാവൂല. ആ പിന്നെ മറ്റേ ഇന്നലെ ആ കുണ്ടന്മാരെ വരച്ചു വിട്ടില്ലേ, അത് ഫസ്റ്റായി. അത് പറയാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അതെനിക്ക് പെരുത്ത് ഇഷ്ടായി. വേറെ ഒരു പണിയില്ലാത്ത അലവിലാസികൾക്ക് കേറി വന്ന് തിണ്ണനിറങ്ങാനുള്ള സ്ഥലമല്ല ഇത്. അല്ല അല്ല അങ്ങനെയുള്ള സ്ഥലമല്ല. അതാ ഞാൻ പറഞ്ഞത് മറ്റേ ഫസ്റ്റായിന്ന്. എന്നിട്ടെന്ത്? ചിലർക്ക് കണ്ടാലും കൊണ്ടാലും മനസ്സിലാവില്ല. ചിലരങ്ങനെ ഉണ്ടാവും ദുനിയാവില്. ചിലരെന്നല്ല പലരും. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എനിക്ക് ഗുരുവിനൊന്ന് അടിയന്തരായിട്ട് കാണേണ്ടതുണ്ട്. പീഡിയനാണ് ചെക്കൻ മാത്രമേ ഉള്ളേ. നോക്കൂ, ഞങ്ങൾ പറഞ്ഞത് കാതറിനെ പറ്റി അല്ല കേട്ടോ. ആ മോളെ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങണേ. പോട്ടെട്ടോ. സുപ്രഭാതം, ഭയങ്കര സുപ്രഭാതം. ഗുരുവിനും സുപ്രഭാതം. ഇതെന്താ ഇലക്കുമ്പിളിൽ? ശശിനാഥ്. ശശിനാഥ്? അതെ, ശശിനാഥ് തന്നെ. പുതിയ റോസാ പുഷ്പം. ഹായ്, ബ്യൂട്ടിഫുൾ, സിംപ്ലി ഗ്രാൻഡ്, നൈസ്. ഗുരുവിനെ അയ്യോ, കൈത്തണ്ട മുറിഞ്ഞിരിക്കുന്നല്ലോ. ഇതെങ്ങനെ പറ്റി? ഓ, അത് പൂ പറിക്കാൻ കയറി, അപ്പൊ ഉറങ്ങുമായിരിക്കും. ചോര പൊടിഞ്ഞിട്ടുണ്ട്, ചുട്ട് നീർന്നുണ്ടാവൂലേ? ഞാനിതാ വരുന്നു. ആ കയ്യൊന്ന് നീട്ടു. കഷ്ടം, എന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞില്ലല്ലോ. അടിമുടി മുറിയണമായിരുന്നു. മുറിഞ്ഞ് തെരുതെരെ ചോര വാർന്നൊലിക്കണമായിരുന്നു. എന്നിട്ട് എനിക്ക് ബോധക്ഷയം വരണമായിരുന്നു. എങ്കിലെത്ര സുഖം, ആനന്ദം, പരമാനന്ദം. സാരമില്ല, ഉണങ്ങിക്കോളും. ഇനി അടങ്ങി ഒതുങ്ങിയിരിക്കണം. മതില് ചാടാനും മുറിയാനും ഒന്നും പോണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
എന്താ മുണ്ടാണ്ട് പോണത്? ഇവിടെ വാ. ഓ, സുഖം, പരമസുഖം, ആനന്ദം, പരമാനന്ദം. അല്ല അത് മനസ്സിലായി. അതെന്താണ് എങ്ങനെയാണെന്ന് നമുക്കൊരു പിടി കിട്ടിയില്ല. ആ, ഇതിനാണ് നിർവൃതി എന്ന് പറയുന്നത്. ആത്മനിർവൃതി. എന്ത് കരുതി? വികൃതി? നോ നോ, ആത്മനിർവൃതി. ഇംഗ്ലീഷിൽ എക്സ്റ്റസി. ആ, അങ്ങനെ പറയും. ഇപ്പൊ തിരിഞ്ഞ് നേര് പറഞ്ഞാൽ ആദ്യം കുടലൊന്ന് പറിച്ച്. അല്ല, ഈ എഴുത്തുകാരിലെ മുക്കാലയും ഉണ്ടാണി ആൾക്കാർക്കും തനി വട്ടാന്ന് നമ്മുടെ ശ്രീധര മാഷ് ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടോ? എവിടെ വട്ടിപ്പോ ഞമ്മക്കാണ്. വന്നെന്തിനാ? വാടക വിരിക്കാനാണോ? ഗുരുവിന് എന്തിന്റെ സുക്കടാ? വാടക വിരിക്കാൻ ഇച്ചേൽക്കാ വരവ്. പിയാപ്പളുടെ വേഷത്തിലല്ലേ, വെറുതെ ഒന്നതിലേ പോകുമ്പോ കേറിയെന്ന് മാത്രം. ആ ശരി, എന്നാൽ ആര്യപുത്രൻ നടന്നാട്ടെ. ആര്? ആരപുത്രൻ? ചെല്ലേ, എനിക്ക് വേറെ പണിയുണ്ട്. അല്ലാ. ശശിനാഥ്, ശശിനാഥ്, ഈ മുറിക്കകത്തെ വിശാലമായ പ്രപഞ്ചത്തിൽ ഞാനും ശശിനാഥും രണ്ടേ രണ്ടാൾ. ഒരു മഹാനും ഒരു മഹതിയും, ഒരു സുന്ദരനും ഒരു സുന്ദരിയും. സംഭവം സ്റ്റൈൽ. ശുഭം, സർവത്ര ശുഭം, മംഗളം. എന്താ ഈ നേരത്ത്? പറയൂ, എന്താ? ഞാൻ ഞാൻ ഉം, ഞാൻ ശശിനാഥിനെ കാണാമെന്നാ. ഈ രാത്രിയിലോ? ആട്ടെ, എന്താ വിശേഷം? ഇത്ര തിടുക്കം? അത് അത് അതെനിക്കറിയണം. ശശിനാഥിനെ സ്നേഹിക്കുന്നുണ്ടോ? പറയൂ ശശിനാഥ്, സത്യമായി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയൂ ശശിനാഥ്. എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയൂ ശശിനാഥ്. അയ്യോ, എന്താ ഇത്? ഈ ഞാൻ ആരാ? ഏതാ? എന്താ? എവിടുന്നാ? ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. എന്നിട്ടും എന്റെ ശശിനാഥ്, എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് സ്നേഹം മാത്രം മതി. ശശിനാഥിന്റെ സ്നേഹം. ഞാൻ എങ്ങനെയുള്ള സ്ത്രീയാണെന്നെങ്കിലും നിങ്ങൾ അറിയണ്ടേ? അതെനിക്കറിയാം. സുരഭില സുന്ദരമായ മൃദുലമായ പനനീർപ്പ് എന്റെ എന്റെ മാത്രം ശശിനാഥ്. പറയൂ ശശിനാഥ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയൂ. പറയാം. അതിനു മുമ്പ് വരൂ. ഇരിക്കൂ. പറയൂ, ഇനിയെങ്കിലും പറയൂ. അറിയാൻ തിടുക്കമായി അല്ലേ? അതെ, എനിക്കിപ്പോ അറിയണം. ഒരു നിമിഷം, ഞാനിതാ വരുന്നു. നാളെ ഞാൻ പറയാം, എല്ലാം തുറന്നു പറയാം. നാളെ രാവിലെ
അതിനു മുൻപ് ഇതൊന്ന് വായിക്കൂ പ്ലീസ്. ഇത് എന്റെ ഡയറി കുറിപ്പാണ്. ഇതിലെല്ലാം ഉണ്ട്, എല്ലാം. ഇന്ന് രാത്രി ഇതൊന്ന് വായിക്കൂ, എന്നിട്ട് സുഖമായി ഉറങ്ങൂ. നാളെ രാവിലെ ഞാൻ പറയാം. തീർച്ചയല്ലേ? തീർച്ച. സാമാന്യത്തിലധികം സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. പല രാജ്യങ്ങളിലും വിപുലമായ ബിസിനസ് ശൃംഖലകളുള്ള അച്ഛൻ, ഭക്തിയും ഭജനയും ധ്യാനവും പൂജയുമായി കഴിയുന്ന അമ്മ, പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും അതുല്യ സിദ്ധിയുമുള്ള ചേട്ടൻ, പിന്നെ ഞാൻ, ഇളയ സന്തതി. വേണ്ട വേണ്ട ശശി, ഞാൻ പറയുന്നു. ചെന്ന് അച്ഛനോട് പറയും, അമ്മയോട് പറയുന്ന. എന്റെ പൊന്നനിയത്തിയല്ലേ ശശിനാസെ, ഇത്തവണ മാപ്പ്. ഇനി ഏട്ടൻ മാപ്പും ഗീപ്പൊക്കെ കുറെ ഞാൻ കേട്ടതാ. ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് പറയും. അമ്മേ അമ്മേ, എന്തൊരു കഷ്ടമാണിത്. തമ്മിൽ കണ്ടാൽ ഇങ്ങനെ പാമ്പും കീരിയും പോലെ. ശശികുട്ടി, ഉണ്ണി, എന്താ ഈ ബഹളം? ചോദിച്ചു കേട്ടില്ലേ? അമ്മേ അമ്മേ, ദേ ഈ ഉണ്ണിയേട്ടനെ. ഞാൻ പറയാം. ജോമെട്രിയിൽ ഇവളൊരു സംശയം ചോദിച്ചു. ഞാനത് പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അതിനാ അല്ലേ? അതൊന്നുമല്ല, ഞാൻ പറയാം. വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ. അമ്മേ, ഈ ഉണ്ണിയേട്ടനെ മുറിയിൽ വാതിലടച്ചിരുന്നിട്ട് ആരും കാണാതെ ഹരിനാമ കീർത്തനം ചൊല്ലിന്നല്ലേ? എടാ, അവളൊന്ന് പറയട്ടെ, അതിനിടയിൽ കടന്ന് വെടിവെക്കണ്ട. അതെ, ഞാൻ പോവാ. എനിക്ക് പെണ്ണുങ്ങൾ നുണ പറയുന്നത് കേട്ടണ്ടല്ലോ, അങ്ങനെ ചൊറിഞ്ഞു വരും. നിക്കടാ അവിടെ. മോളെ പറ, എന്താ കാര്യം? അതെ, ഉണ്ണിയേട്ടൻ ആരും കാണാതെ മുറിയിലിരുന്ന്. എടി, ഞാൻ എന്റെ കണ്ണോട് കണ്ടതാമേ. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഞാനീ കേൾക്കുന്നത്? നേരാണോ ഉണ്ണി? നീ എന്താ ഇവിടെ ഒരു കുറ്റവിചാരണ, ഒരു ഇംപീച്ച്മെന്റിന്റെ മണം? മണം എന്തിന്റെ മണാണെന്ന് ചോദിച്ചു നോക്കൂ. ഇതാ നിൽക്കുന്നു ഒന്നങ്ങനെ. എന്താ ഉണ്ണി പ്രശ്നം? മോളെ ശശിനാസെ, നിനക്കറിയാമെങ്കിൽ പറ. നിങ്ങളുടെ മമ്മി അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ. എന്തായാലും അനാവശ്യമായ ഒരു സസ്പെൻസ്. ഇവളെ പെണ്ണ് കാണാൻ ചെന്ന ദിവസവും ഇവളൊരു സസ്പെൻസ് ഉണ്ടാക്കി. കാണാൻ ചെന്നത് ഇവളെ, കാണിച്ചതോ ഇവിടെ അനിയത്തിയെ. സസ്പെൻസ് ഒന്നും വേണ്ട, ഉള്ളതങ്ങ് പറഞ്ഞേക്കാം. ഇനി മുതൽ മോനും കൊടുത്തോളൂ. അവനും തുടങ്ങി. ഉണ്ണി, നേരാണോ? നീ മദ്യപിച്ചോ? കേട്ടില്ലേ ഒരു ചോദ്യം? കാപ്പി കഴിച്ചില്ലെന്ന് ചോദിക്കുന്നത് പോലെയാ. ഇതുകൊണ്ടൊക്കെ തന്നെ പിള്ളേരിങ്ങനെ. പത്മാവതി, നീ ഇങ്ങനെ ബഹളം വെച്ചത് കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഓഹോ, അത് ശരി. അപ്പൊ ഈ കേട്ടത് അറിഞ്ഞതും നേരല്ലാന്നാണോ? എന്നല്ല, കണ്ണുകൊണ്ട് കണ്ട മോൾ അതാ നിൽക്കുന്നു. ചോദിച്ചൂടെ? ഉണ്ണി, അല്പം മദ്യം കഴിച്ചത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഈ പ്രായത്തിൽ നീ മദ്യപിക്കരുത്. ഉണ്ണി, നീ മദ്യപിക്കുന്നത് നിന്റെ അനുജത്തിക്ക് ഇഷ്ടമല്ല, മമ്മിക്കും. അവർക്കത് സഹിക്കാനാവില്ല. പിന്നൊരു കാര്യം, എനിക്കും ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെ ഇവൻ ഇത്രയും ധിക്കാരം കാണിക്കുമ്പോ എന്തായിരിക്കും ഹോസ്റ്റലിലെ കഥ? പത്മം, എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛന്റെ ലാളിനെ ഏറിയിട്ടാ അവൻ ഇങ്ങനെ നിയന്ത്രണം ഇല്ലാതായതെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഡോണ്ട് ബി സില്ലി. അത് തന്നെ ഇങ്ങനെയായത്. ഉണ്ണി, ബാ. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, എന്റെ മുഴുവൻ പ്രതീക്ഷയും എന്റെ മക്കളില, പ്രത്യേകിച്ച് നിന്നിൽ. നീ മിടുക്കനാവണം, നീ കേമനാകണം. KPK മേനോന്റെ മകൻ വലിയവനാകണം. പിന്നെ നീ മദ്യപിച്ചു എന്നറിയുന്നത് ഇതാദ്യമായിട്ടല്ല. അറിയാമല്ലോ, ഡാഡി അങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരനല്ല. പക്ഷേ
കമോൺ. കഴിക്കേ. ടേക്ക് ഇറ്റ് ഈസി. പറഞ്ഞത് കേട്ടില്ലേ? എടുത്ത് കഴിക്കണം. വല്ലാതെ വേദനിച്ചോ? എനിക്കറിയാം, ഉണ്ണേട്ടന് വേദനിച്ചിട്ടുണ്ടാവും. പോകുന്നുണ്ടോ പുറത്ത്? അരുത് ഉണ്ണേട്ട, എന്നോട് പിണങ്ങരുത് പ്ലീസ് പ്ലീസ്. കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നീ ഭയപ്പെടുന്നത് പോലെ ഉണ്ണി അങ്ങനെ വഴിതെറ്റി പോവുകയൊന്നുമില്ല. ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയാകുന്നു. അവനെ പറ്റി കോളേജിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് നീയും കണ്ടതല്ലേ? ഹീ സ്മാർട്ട്, ഇന്റലിജന്റ്, ഹാർഡ് വർക്കിംഗ്, പിന്നെ നല്ല മാർക്കും. പോരെ? എന്റെ പേടി അതല്ല, ഈ അതിലാളനും അവനെ ചീത്തയാക്കുമെന്നാണ്. നെവർ. ഞാൻ ബിസിനസ് കാര്യത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരാളെ പുകഴ്ത്തണമെന്ന് തോന്നിയാൽ അത് പരസ്യമായി ചെയ്യുക. ഫയർ ചെയ്യുകയാണെങ്കിൽ അയാളെ മാത്രം വിളിച്ചു നിർത്തി ചെയ്യുക. നീ പേടിക്കൊന്നും വേണ്ട. നല്ല നല്ല സ്വപ്നങ്ങളും കണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് നീ സുഖമായിട്ട് ഉറങ്ങിക്കോ. സമയം കളയണ്ട. സത്യം പറ, എന്നോട് പിണക്കമില്ലല്ലോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞാ പോരാ, തിരിച്ചുകൊണ്ട് പറ. പിണക്കമില്ല. പോരെ? പ്രോമിസ്? പ്രോമിസ്. ഇതിൽ കടുമാങ്ങ, കാച്ചെണ്ണ, എണ്ണക്കുപ്പി പൊട്ടാതെ സൂക്ഷിക്കണം. അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? കോളേജിലും ഹോസ്റ്റലിലും എല്ലാവരും നല്ലത് പറയണം, പറയിപ്പിക്കണം, നന്നായി പഠിക്കണം. അഥവാ അതിനിടയിൽ വല്ല സംശയം തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഫോൺ ചെയ്താൽ മതി. എന്റെ നമ്പർ അറിയാലോ, 40678. ഇത്തവണയെങ്കിലും നീയത് മറക്കുന്ന കരുതി. പോക്കറ്റ് മണി മറക്കുന്ന ഒരാളെ സൂക്ഷിച്ച് ചെലവാക്കണം. ഇതൊന്നും അച്ഛനറിയണ്ട. ഞാൻ അച്ഛനോട് പറയില്ല, പറഞ്ഞ എന്റെ കഞ്ഞിലും പാറ്റ വീഴും. ശരി. ലേഡീസ് ഹോസ്റ്റലിലെ ഫെസ്റ്റിവൽ തുടങ്ങാറായി. ഉണ്ണി മാത്രം ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ചുമ്മാ ഉണ്ണിയെ ഊതാതടി, ഉണ്ണി കോപ്പറേറ്റ് ചെയ്യും. എന്താ വേണ്ടത് അത് പറ. ചുമ്മാ ഒരുമാതിരി. കഴിവുള്ള എല്ലാ ആമ്പിള്ളേരും ലാവിഷായി ഡൊണേഷൻ തന്നിട്ടുണ്ട്. ഉണ്ണിയും തരണം. ഞാൻ എന്റെ കയ്യില് ചുമ്മാ ലാത്തി അടിക്കരുത്. കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് മാത്രം പറയരുത്. ഇതെന്താ ഉണ്ണി, 50 രൂപയോ? ഒന്നും തന്നില്ലെങ്കിൽ വേണ്ടില്ല, കളിയാക്കരുത്. ഇത്ര അർക്കീസ് ആകരുത് ഉണ്ണിക്കുട്ട. ഉണ്ണിയുടെ നിലയും വിലയും നോക്കുമ്പോൾ 200 രൂപയെങ്കിലും തരേണ്ടതാ. 100 രൂപയാന്ന് വെച്ചാൽ ഉണ്ണിക്കൊരു സ്മോൾ അടിക്കുന്നത് പോലെയല്ലേ? 100 രൂപ ആയില്ലേ? അത് മതി, അത്രേ ഉള്ളൂ. പ്ലീസ്, ഇനി എന്നെ വെറുതെ വിടണം. ഉണ്ണിക്കുട്ട, കേട്ടോ മോളെ, നിന്റെ മമ്മിയുടെ ഈ പ്രിപ്പറേഷന്റെ ഒരു സ്വാദുണ്ടല്ലോ, അതൊരു ഇന്റർനാഷണൽ ഹോട്ടലിലും കിട്ടൂല.
കൈപുണ്യം നിന്റെ മമ്മിയുടെ ഒരു സിദ്ധിയാ. ഇതാണ് ഒറിജിനൽ സോപ്പിംഗ്. പത്മ നീ ഇരിക്കേ. ഇരിക്കെ തൊട്ടടുത്ത് തന്നെ ഇരിക്കെ. ഉണ്ണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഡാഡിയുടെ സ്വഭാവം അവന് ഭക്ഷണപ്രിയനാ. ഈ ഉണ്ണിയേട്ടന് 100 ആയുസാ. വാ വാ ഇരിക്കേ. ഞാൻ കഴിച്ചതാ. അതെന്ത് പണിയാടാ? വീട്ടിലേക്ക് വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ടാ വരിക? ദേ നമ്മൾ നിർബന്ധം പിടിച്ചിരുത്താൻ വേണ്ടി ചുമ്മാ വെയിറ്റ് ഇടുന്നതാ. അല്ല, ഞാൻ കാപ്പി കഴിച്ചിട്ടാ പോന്നത്. എന്താ ഉണ്ണി വിശേഷിച്ച്? ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് ഫോൺ പോലും ചെയ്യാതെ എന്താ? ബഹളം വെക്കണ്ട, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് അർജന്റായിട്ട് 300 രൂപ വേണം. 300 രൂപയോ? എന്തിന്? 3 മാസത്തെ മെസ് ഫീസ് കൊടുക്കാനുണ്ട്. പിന്നെ സ്പെഷ്യൽ ട്യൂഷന്റെ ഫീസും കൊടുക്കണം. ഉണ്ണി അത് ഇതിനൊക്കെ പണം അപ്പപ്പ തന്നിട്ടുണ്ടെന്നല്ലേ? ശരിയാ. പക്ഷേ ഒരു ക്ലാസ്മേറ്റിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു. പാവം കുട്ടി ഹോസ്പിറ്റലാക്കി. മേജർ ഓപ്പറേഷൻ വേണ്ടി വന്നു. തൽക്കാലം ഞാൻ സഹായിച്ചു. പിന്നെ അച്ചമ്മയുടെ പേരിൽ കോളേജിനടുത്തുള്ള അമ്പലത്തിൽ ദിവസവും വഴിപാട് കഴിക്കാറുണ്ട്. അവിടെ 3 മാസത്തെ കാശ് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ഡാഡി അറിയിച്ച് പ്രത്യേകം കണക്ക് ബോധ്യപ്പെടുത്തിയാലേ തരൂന്നാണെങ്കിൽ എനിക്ക് നയാ പൈസ വേണ്ട. അമ്മയ്ക്ക് തരാൻ പറ്റുമോ? തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് വിശപ്പുണ്ട്. പണം തരാമെന്ന് സമ്മതിച്ചാലേ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കൂ. അല്ലെങ്കിൽ ഈ നിമിഷം അവിടുന്ന് ഇറങ്ങിപ്പോ. എന്തായാലും നീ വന്ന് ഭക്ഷണം കഴിക്കേ. വാ. ഈ ഉണ്ണികൃഷ്ണനെ നോക്ക്, ഇവനാ ഭാഗ്യവാൻ. കമ്പി അടിച്ചാൽ കാശ്, ഫോൺ വിളിച്ചാൽ കാശ്, കൈ നീട്ടിയാൽ കാശ്. സംഗതി കറക്റ്റ്. പക്ഷെ എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് ഈ ഉണ്ണിക്കുട്ടൻ, ഇവിടെ നോക്കണം, ഇവിടെ ഉണ്ണിക്കുട്ടൻ പണം കൊണ്ടുവന്നതെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചുമ്മാ ഇരുന്ന് വിഴുങ്ങിക്കോ. നോക്കിക്കോ. ഒരുമാതിരി മറ്റേ വർത്താനം മാത്രം പറയരുത്. നിന്റെ തന്തയുടെ വകയല്ലല്ലോ. അതേടാ, എന്റെ തന്തേന്റെ വക തന്നെടാ കഴുകോടെ മോനെ. അതുകൊണ്ടാണ് ഇത്ര ഗൗരവം. എന്താടാ ചുമ്മാ വഴക്കും വക്കാണങ്ങളും മറ്റും വേണ്ടടേ. ഇവൻ ഉണ്ണിയല്ലടേ, ഉണ്ണികൃഷ്ണൻ, സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ. എന്ത് ആള്? അടുത്ത തവണ മമ്മിയോട് എന്ത് നുണ പറയും എന്ന് ആലോചിക്കുക. നിനക്ക് എന്തിനു വേണം നുണകൾ? ഈ കാർത്തികം പറഞ്ഞുതരാം. വേണ്ട. എടാ ഉണ്ണി, ഇപ്പോഴാണ് നീ ഒരു ആൺകുട്ടിയായത്. ചൂരും ചുണയുമുള്ള ഒരു ആൺകുട്ടി. മനസ്സിലായോടാ? എന്തിനടെ
ഭയങ്ങള് വേണ്ട, ധൈര്യങ്ങള് മതി. അമ്മേ, അമ്പലത്തിൽ കഥകളി തുടങ്ങി, നമുക്കും പോവായിരുന്നു. പോണോന്ന് വിചാരിച്ചതാ. പിന്നെ നിന്റെ ഡാഡി നേരത്തെ ഊണ് കഴിച്ചു കിടന്നു. എന്നാ പിന്നെ വേണ്ടെന്ന് വെച്ചു. നിനക്ക് കാണണമെന്നുണ്ടോ? എങ്കിൽ ഉണ്ണിയെ വിളിച്ചോ. ഉണ്ണേട്ടൻ വരുന്നുണ്ടാവില്ല. ഉണ്ണേട്ടാ, 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 വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് ഉണ്ണേട്ടാ. വാതിൽ തുറക്ക്. ഞാനാ ശശി. Bloody. എന്താ ഇത്? ഇറങ്ങി പോടി. ഉണ്ണേട്ടാ, എന്താ ഇത്? യു പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇല്ല, ഞാൻ പോവില്ല. മധുമാ
ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഞാൻ വിശ്വസിക്കില്ല. പത്മം, സത്യമാണോ നീ പറഞ്ഞത്? സത്യമാണോന്ന്? മോളെ, ഡാഡി കേട്ടത് എന്റെ മോള് തീർന്നു. എല്ലാം തീർന്നു. ജീവിതത്തിൽ പടുത്തുയർത്തിക്കൊണ്ടുവന്നതെല്ലാം ഇവിടെ അവസാനിക്കുന്നു. ഇനി തൃപ്തിയായി. താഴത്തും തലയിലും വെക്കാതെ വളർത്തിയതിന് ഇതിനേക്കാൾ വലിയൊരു പ്രതിഫലം തരാനില്ല. സന്തോഷമായി. സന്തോഷം. കമ്പി അടിച്ചത് എന്തിനാണെന്നറിയാതെ ഉണ്ണേട്ടൻ വന്നു. അപ്പോഴാണ് ആ നടുക്ക വിവരം ഉണ്ണേട്ടൻ അറിയുന്നത്. ഉണ്ണേട്ടനാകെ തളർന്നു. ഈ ഭൂമി ഒന്ന് പിളർന്നെങ്കിൽ എന്ന ഭാവം. അപ്പോഴത്തെ ഉണ്ണേട്ടന്റെ മുഖം കാണാൻ വയ്യായിരുന്നു. ഡാഡിയുടെയും മമ്മിയുടെയും മുഖത്ത് നോക്കാനാവാതെ ഉണ്ണേട്ടൻ ഒരേ ഇരിപ്പിരുന്നു. എപ്പോൾ കയറി വന്നാലും ആദ്യം എൻ്റെ അടുത്ത് വരുമായിരുന്നു ഉണ്ണേട്ടൻ. ഇന്നെന്നെ കാണാൻ വന്നില്ല. പക്ഷേ വന്നു. രാത്രി കരഞ്ഞു തളർന്ന് ആകെ തകർന്നു കിടന്ന എൻ്റെ അടുത്ത് ഉണ്ണേട്ടൻ വന്നു. ഇല്ല, ഇതിന് മാപ്പില്ല. എനിക്കറിയാം. കൊല്ലു, ശപിച്ചല്ല, കൊല്ലു. എന്നോട് മാപ്പ് ചോദിച്ചു പോയ ഉണ്ണേട്ടന്റെ അവസാന യാത്രയായിരുന്നു അത്. 2-ാം ദിവസം എൻ്റെ മമ്മിയെയും നഷ്ടപ്പെട്ടു. ഇതിനുശേഷം എൻ്റെ ഡാഡിയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ശശിനാഥ്, നിന്റെ ദുരന്ത കഥ ഞാൻ വായിച്ചു. എന്നാലും നീ എൻ്റെ ശശിനാഥാണ്. ശശിനാഥ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എനിക്കൊരു ഹൃദയമുണ്ടെങ്കിൽ നിന്നെ അതിൽ പ്രതിഷ്ഠിച്ച് ഞാൻ ആരാധിക്കും. നാളെ രാവിലെ നാം തമ്മിൽ കാണും. അപ്പോൾ നീ എന്നോട് പറയും, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, എനിക്കത് മാത്രം മതി. ഉറക്കമാ? ഒന്ന് വിളിക്കാവോ?
മോളെ 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 എന്റെ പ്രിയപ്പെട്ട ശശിനാഥ്, നീ മരിച്ചിട്ടില്ല. നിനക്ക് മരിക്കാനാവില്ല. നീ എന്റെ മനസ്സിൽ എന്നും ജീവിക്കും. എന്നും.